നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. മൂന്നാം ഊഴത്തിലേക്ക് കഷ്ടിച്ച് കടന്നു കയറിയ മോദിക്ക് വരുന്നാളുകൾ അത്ര ശുഭകരമാകില്ല എന്നാണ് നിലവിലുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ നൽകുന്ന സൂചന. ഞായറാഴ്ച സത്യപ്രതിജ്ഞ തീരുമാനിച്ചെങ്കിൽ കൂടി മന്ത്രിസഭാ രൂപീകരണത്തിൽ NDAയിൽ വലിയ തർക്കം നിലനിൽക്കുകയാണ്. സുപ്രധാന വകുപ്പുകൾ വിട്ടു നൽകില്ലെന്ന് BJP നിലപാടെടുക്കുമ്പോൾ സ്പീക്കർ സ്ഥാനമടക്കമുള്ള സുപ്രധാന സ്ഥാനങ്ങൾക്കായി വിലപേശുകയാണ് നിതീഷും നായിഡുവും. കേവലം ഒരു MP മാത്രമുള്ള കക്ഷി പോലും ക്യാബിനറ്റ് റാങ്ക് അടക്കം ചോദിക്കുകയാണ്. ആന്തരിക സമ്മർദ്ദങ്ങൾ അങ്ങനെ പുകയുമ്പോഴാണ് പ്രതിപക്ഷ സഖ്യം വലിയ വെല്ലുവിളി പുറത്തു സൃഷ്ടിക്കുന്നത്. മോദിയെയും അമിത്ഷായെയും പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഏറ്റവും വലിയ ഓഹരി തട്ടിപ്പാരോപണം മുന്നോട്ട് വച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. മൂന്നാം ഊഴത്തിലെ കടമ്പകൾക്കപ്പുറം മൂന്നാം ഊഴം തികയ്ക്കാനാകുമോ എന്ന വലിയ ചോദ്യവും ഉയരുകയാണ്. ന്യൂസ് ആൻഡ് വ്യൂസ് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിഥികളായി പങ്കെടുക്കുന്നത് CPIM പ്രതിനിധി അഡ്വക്കേറ്റ് K അനിൽകുമാർ, കോൺഗ്രസ് പ്രതിനിധി ശ്രീ ഹെൻറി ഓസ്റ്റിൻ, BJP പ്രതിനിധി K സോമൻ. ശ്രീ K സോമൻ, ആദ്യം അങ്ങയിലേക്കാണ് പോകുന്നത്. 2014 2019 നേരിട്ട ഒരു തരത്തിലുള്ള പ്രതിസന്ധിയും ഉണ്ടാക്കാതെയാണ് ഒരു മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് നിങ്ങൾ കടന്നത്. പക്ഷേ ഇത്തവണ ഒരു കാലത്തും അഭിമുഖീകരിച്ചിട്ടില്ലാത്ത വിധത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയാണ്. വലിയ വിലപേശലാണ് 16 12 സീറ്റുമൊക്കെയുള്ള ഘടകകക്ഷികൾ നടത്തുന്നത്. ക്യാബിനറ്റ് റാങ്ക്, അത് 2ഉം 3ഉം ക്യാബിനറ്റ് റാങ്കും സ്പീക്കർ സ്ഥാനം അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ്. ഒപ്പം പ്രതിപക്ഷ മുന്നണി അപ്പുറത്ത് വലിയ ശക്തി പ്രകടമാക്കുകയാണ്. ഏറ്റവും ആദ്യം ഇന്ന് നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുന്ന ഈ ഓഹരി തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആ വാർത്തയിലേക്ക് തന്നെയാണ് വരുന്നത്. ഇന്ന് രാഹുൽ ഗാന്ധി വലിയൊരു ആരോപണം മുന്നോട്ട് വച്ചിരിക്കുകയാണ്. മോദിയും അമിത്ഷായും നൽകിയ ആഹ്വാനങ്ങളിലൂടെ ഈ ഓഹരി വിപണിയിൽ 38 ലക്ഷം കോടിയുടെ വലിയൊരു കുംഭകോണം നടന്നിരിക്കുന്നുവെന്ന്. ആദ്യം അത്തരത്തിൽ പ്രതിപക്ഷ മുന്നണി മുന്നോട്ട് വെച്ച ഒരു വലിയ കുംഭകോണത്തിൻ്റെ കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് പോയ ശേഷം ഞാൻ നേരത്തെ പ്രതിപാദിച്ച വിഷയങ്ങളിലേക്ക് വരാം. ശ്രീ സോമൻ. ശ്രീ സോമൻ, താങ്കൾക്ക് കേൾക്കാമോ? ശരി, അങ്ങയുടെ ഓഡിയോയിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഞാൻ അങ്ങയിലേക്ക് തിരികെ എത്താം. ശ്രീ ഹെൻറി ഓസ്റ്റിൻ, ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലെല്ലാം കഴിഞ്ഞ് റിസൾട്ട് വന്നു 2 ദിവസം പിന്നിടുമ്പോൾ വലിയൊരു കുംഭകോണത്തിൻ്റെ വിവരങ്ങളാണ്, അത്തരത്തിലുള്ള ആരോപണമാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്നത്. മോദിയെയും അമിത്ഷായെയും വലിയ തരത്തിൽ ഈ ഒരു കുംഭകോണത്തിലേക്ക് വലിച്ചടിപ്പിക്കുന്ന ഇതിൽ JPC അന്വേഷണം അടക്കം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ മുന്നണി, ഇന്ത്യ സഖ്യം രംഗത്ത് വരുന്ന ഒരു സാഹചര്യം, കോൺഗ്രസ് രംഗത്ത് വരുന്ന സാഹചര്യം, അതായത് ഒരു നിഷ്ക്രിയ പ്രതിപക്ഷമായി അപ്പുറത്ത് ഇരിക്കില്ല എന്ന കൃത്യമായ സൂചന ഇന്ത്യ മുന്നണി ആദ്യം തന്നെ നൽകുകയാണ്, അല്ലേ? വളരെ കൃത്യമാണ് നീലിമ. കാര്യം കഴിഞ്ഞ പാർലമെന്റിനെ അപേക്ഷിച്ച് ഇത്തവണത്തെ പാർലമെന്റ് വളരെ ശക്തമായ പ്രതിപക്ഷ നിരയുടെ സാന്നിധ്യം, ജനാധിപത്യത്തിന്റെ എല്ലാ സൗകുമാര്യവും വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വളരെ ലൈവായിട്ടുള്ള ഒരു പാർലമെന്റ് ആകാനുള്ള സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇതിന്റെ തുടക്കത്തിൽ തന്നെ രാഹുൽ ഗാന്ധി ഇന്ന് പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന ഈ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ, സ്റ്റോക്ക് മാർക്കറ്റ് മാനിപ്പുലേഷൻ, ഈ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ അദാനിയുടെ സ്റ്റോക്കുകളുമായി ബന്ധപ്പെട്ട് അന്വേഷണം സെബിയുടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇപ്പൊ അദാനിയുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ന്യൂസ് ചാനലിനാണ് പ്രധാനമന്ത്രി 2 എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂസ് കൊടുത്തിരിക്കുന്നത്. അതും ഈ സ്റ്റോക്ക് മാർക്കറ്റില് നമ്മള് സ്റ്റോക്ക് മാർക്കറ്റിന്റെ വാക്യങ്ങളിൽ പറഞ്ഞ റിഗ്ഗിങ് അല്ലെങ്കിൽ പ്രൈസ് റിഗ്ഗിങ്ങും അതേപോലെ തന്നെ ഇൻസൈഡർ ട്രേഡിംഗ്, ഇൻസൈഡർ ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഒരു ടേമാണ് സാധാരണ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. കാരണം അത് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ടുള്ള ആ കാരണം. അപ്പോൾ
ഇതിലുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് കമ്പനികളെയും കോർപ്പറേറ്റ് ലോകത്തെ മാത്രമല്ല ബാധിച്ചിരിക്കുന്നത്. ഇതിന്റെ ഈ ധനനഷ്ടം ഉണ്ടായിരിക്കുന്നത് 38 ലക്ഷം കോടിയുടെ ധനനഷ്ടമാണ് ഒറ്റ ദിവസം കൊണ്ട്. ജൂൺ 4 റിസൾട്ട് വന്നപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് ഉണ്ടായിട്ടില്ല. അത് 5 കോടിയോളം ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സ്, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് വന്നിരിക്കുന്ന ധനനഷ്ടമാണ് 38 ലക്ഷം കോടി എന്ന് പറയുന്നത്. അതിൽ ഡയറക്റ്റ് ആയിട്ട് അതിന് കാരണക്കാരായിട്ട് ഇന്ന് രാഹുൽ ഗാന്ധി വിരൽ ചൂണ്ടിയിരിക്കുന്നത് നരേന്ദ്രമോദിയും അതേപോലെ തന്നെ ഹോം മിനിസ്റ്ററായിട്ടുള്ള അമിത്ഷായ്ക്കും എതിരെയാണ്. കാരണം മെയ് 13 അമിത്ഷാ നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റും 19-ാം തീയതി പ്രധാനമന്ത്രി തന്നെയും നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യൂ എന്നാണ് അവര് സാധാരണക്കാരോട് പറഞ്ഞിരിക്കുന്നത്. ജൂൺ 4-ാം തീയതി ധമാക്ക ഉണ്ടാകും, വലിയ ഒരു ഉയർച്ച സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാകാൻ പോകുന്നു എന്ന രീതിയിലുള്ള പ്രോത്സാഹനം. ഒരു പക്ഷേ ഈ കാലഘട്ടത്തിൽ ഇത്രയും വർഷത്തെ ഇന്ത്യൻ ഭരണചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രി സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ആഹ്വാനം നൽകിയ ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല. പ്രധാനമന്ത്രി മോദിയും അമിത്ഷായും രണ്ടുപേരും 2 അവസരങ്ങളിലായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യൂ, ജൂൺ 4-ാം തീയതി വലിയൊരു കുതിച്ചുചാട്ടം സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു സൂചന നൽകി. ഇന്ന് കാണിച്ച ഗ്രാഫുകളിൽ, ആ പത്രസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി കാണിച്ച ഗ്രാഫുകളിൽ വളരെ കൃത്യമായി കാണിക്കുന്നുണ്ട്. മെയ് 31-ാം തീയതി സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ തോതിൽ ഇൻവെസ്റ്റ്മെന്റ് നടന്നിട്ടുണ്ട്. ജൂൺ 1-ാം തീയതിയാണ് എക്സിറ്റ് പോൾ റിസൾട്ടുകൾ വരുന്നത്. ഈ എക്സിറ്റ് പോൾ റിസൾട്ടുകളിൽ വലിയ തോതിലൊരു വിജയം NDA മുന്നണിക്ക് പ്രവചിപ്പിക്കുമ്പോൾ ആ പ്രോത്സാഹനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ജൂൺ 3-ാം തീയതി സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാകുന്നത്. ആ കുതിച്ചുചാട്ടം കണ്ട് കൂടുതൽ പേര് ഇൻവെസ്റ്റ് ചെയ്യും. 4-ാം തീയതി ഈ മാർക്കറ്റ് ക്രാഷ് ചെയ്യുകയും ചെയ്യുന്നത്. ആ ക്രാഷ് എന്ന് പറയുന്നത് 38 ലക്ഷം കോടിയുടെ റീറ്റെയിൽ ഇൻവെസ്റ്റർ ലോസ് ആണ് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം കോറിലേറ്റ് ചെയ്ത് വായിക്കുമ്പോൾ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആഹ്വാനം നടത്തുന്നു. ചില എൻറ്റിറ്റീസ്, ഫോറിൻ എൻറ്റിറ്റീസ് അടക്കമുള്ള ഇൻവെസ്റ്റേഴ്സ് മെയ് 31-ാം തീയതി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ജൂൺ 1-ാം തീയതി എക്സിറ്റ് പോളിന്റെ ഫലങ്ങൾ വിശേഷിപ്പിക്കേണ്ടത് ഈ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശ നിക്ഷേപം എന്ന് പറയുന്നത് അങ്ങേയറ്റം സംശയാസ്പദമായ ഒരു സാഹചര്യത്തിൽ കൂടിയായിരുന്നു. അതെ, സേഫ് ഹാവൻസ് എന്ന് പറയുന്ന നമ്മളുടെ ഇപ്പോൾ അദാനിയുടെ ഹിൻഡൻബർഗിന്റെ എക്സ്പോസെ, ആ ഹിൻഡൻബർഗ് എക്സ്പോസെ വന്നപ്പോൾ അവര് വിരൽ ചൂണ്ടിയതും ഇതേ രീതിയിലുള്ള ഡൂബിയസ് ഇൻവെസ്റ്റ്മെന്റിനെ പിന്നെ ഷെൽ കമ്പനികൾ, ടാക്സ് ഫ്രീ ഹാവൻസ് ആയിട്ടുള്ള കെയ്മൻ ഐലൻഡ്സിൽ പോലെയുള്ളതും ബഹാമാസ് പോലെയുള്ള സ്ഥലങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് ഷെൽ കമ്പനികൾ വഴി കോടാനുകോടി രൂപ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്ത് പ്രൈസ് റിഗിങ് നടത്തി ആ പ്രൈസ് എക്സ്പോണൻഷ്യലായി കൂട്ടി അതിൽ ഇൻവെസ്റ്റേഴ്സിന് വലിയ ലോസ് വരുന്ന രീതിയിലുള്ള ഈ ചില ആളുകൾ ഇതിൽ ലക്ഷക്കണക്കിന് കോടി രൂപ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഈ റിഗിങ്ങിൽ ഈ 31-ാം തീയതി നടത്തിയിരിക്കുന്ന ആയിരക്കണക്കിന് കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് അതിന്റെ ഡയറക്റ്റ് നേട്ടം 3-ാം തീയതി ഈ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാക്കി കഴിഞ്ഞു. അവർ അതിൽ നിന്ന് 4-ാം തീയതി റിസൾട്ട് വരുമ്പോഴത്തേക്ക് അവർ പിന്മാറുമ്പോൾ ഉണ്ടായ കംപ്ലീറ്റ് നഷ്ടവും വഹിച്ചത് പക്ഷേ ഇന്ത്യൻ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആണ്. ഇത്ര രീതിയിൽ 38 ലക്ഷം കോടി രൂപയുടെ ഒരു നഷ്ടമുണ്ടായത്. ശ്രീ അനിൽകുമാറിലേക്ക് പോവുകയാണ്. അനിൽകുമാർ, നമ്മൾ ഒട്ടേറെ തവണ ഈ രാജ്യത്ത് നേരത്തെ നടന്ന ഓഹരി കുംഭകോണത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചതാണ്. ഹിൻഡൻബർഗ് റിപ്പോർട്ടിന് അടിസ്ഥാനമായ കാര്യങ്ങളെല്ലാം പലതവണ ചർച്ചയ്ക്ക് വന്നതാണ്. അതേ മാർഗം തന്നെ ഇവിടെ ചില കമ്പനികൾക്ക് ലാഭമുണ്ടാക്കാൻ വേണ്ടി ഈ തെരഞ്ഞെടുപ്പ് വേളയെ, അതായത് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഇത്തരത്തിൽ 13-ാം തീയതിയും 19-ാം തീയതിയും അമിത്ഷായും നരേന്ദ്രമോദിയും ഒക്കെ വലിയ ആഹ്വാനം നടത്തുകയും ഇത്തരത്തിൽ മെയ് 31-ാം തീയതി വലിയ ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഈ രാജ്യം പോകുകയും തകർന്നടിയുകയും ചെയ്ത 4-ാം തീയതി തകർന്നടിയുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് മാത്രമല്ല, ഹെൻറി ഓസ്റ്റിൻ പറഞ്ഞതിന് പുറകെ ഈ എക്സിറ്റ് പോൾ തന്നെ വലിയൊരു പ്രഹേളികയായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. ഇത്തരത്തിലൊരു വലിയ ബൂം സൃഷ്ടിക്കാൻ മനഃപൂർവ്വം രാജ്യത്തെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇടപെട്ടു എന്നത് വലിയ ഗുരുതരമായ ആരോപണമല്ലേ? 1991 ഇന്ത്യ രാജ്യത്ത് ആഗോളവൽക്കരണ സാമ്പത്തിക നയങ്ങൾ നടപ്പാക്കുന്ന ഘട്ടത്തിലാണ് ഓഹരി വിപണിയിലെ ചാഞ്ചാട്ടങ്ങൾക്കനുസരിച്ച് സമ്പത്തുണ്ടാക്കാൻ മധ്യവർഗത്തെ അനുവദിക്കുന്ന ഒരു രീതി ഇവിടെ ആവിഷ്കരിക്കപ്പെട്ടത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്ത് ഓഹരി വിപണിക്ക് വലിയ പ്രോത്സാഹനം കൊടുത്തു. ആ പ്രോത്സാഹനം കൊടുത്തത് നാനാ മേഖലകളിൽ ഊഹക്കച്ചവടത്തിന്, നാനാ മേഖലകളിൽ പെട്രോ ഡോളർ പോലുള്ള വിവിധങ്ങളായ സങ്കേതങ്ങൾക്ക് സൗകര്യം ചെയ്തു കൊടുത്തു.
മാത്രമല്ല ലോകത്തിൻ്റെ ഏതു കോണിൽ നിന്നും ഇന്ത്യക്കകത്തേക്ക് ഇപ്രകാരം ഓഹരി വിപണിയിൽ വന്ന് പണം നിക്ഷേപിച്ച് കുറഞ്ഞ ദിവസത്തിനകം പണം തിരിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ഓപ്പണിംഗ് സംവിധാനം, അത് നരസിംഹറാവുവിൻ്റെയും മൻമോഹൻ സിംഗിൻ്റെയും 91 ഗവൺമെൻറ്റാണ് ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവന്നത്. അത് പിന്നീട് നമ്മുടെ രാജ്യത്ത് നിന്ന് പണം കടത്തിക്കൊണ്ടുപോകാനുള്ള വിവിധങ്ങളായ മാർഗങ്ങളിലൂടെ അതിനുള്ള ഓട്ടകൾ വലുതാക്കുകയും രൂപങ്ങൾ വികസിപ്പിക്കുകയും പലതരത്തിലുള്ള ക്രമക്കേടുകൾ പിന്നീട് നമ്മുടെ രാജ്യം കാണുകയും ചെയ്തു. പ്രത്യേകിച്ച് ഇടതുപക്ഷം എല്ലാ കാലവും എതിർക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം മാലദ്വീപ് റൂട്ടാണ്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തെറ്റായ നിലയ്ക്ക് പണം നമ്മുടെ നാട്ടിൽ വന്ന് തിരിച്ചു കൊണ്ടുപോകുന്ന വിധം കള്ളപ്പണം വെള്ളപ്പണമാക്കുന്ന ഒരു സംവിധാനം ഇവിടെ രൂപപ്പെടുന്നുണ്ട്, മൗറീഷ്യസ് റൂട്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ ഹർഷദ് മേത്തമാരുണ്ടായിട്ടുണ്ട്. സത്യം കമ്പ്യൂട്ടേഴ്സ് നമ്മൾ മറന്നു പോകരുത്. യഥാർത്ഥത്തിൽ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ തുക ഉയർത്തി കാണിച്ച് കോടികളുടെ കൊള്ളയടിച്ചു കൊണ്ടുവന്ന് ഓഹരി വിപണിയെ ചാഞ്ചാട്ടം നടത്തിയ കാളക്കൂറ്റന്മാരുണ്ടായിട്ടുണ്ട്. അങ്ങനെ കാളക്കൂറ്റന്മാർ കളിക്കുന്നൊരു മേഖലയിലേക്ക് ചെങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ ഭാഗമായി രാജ്യത്തെ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ആഭ്യന്തരകാര്യമന്ത്രിയും കാളക്കൂറ്റന്മാരുടെ പുറത്ത് കയറി എഴുന്നള്ളിയിട്ടാണ് ഇന്ന് ഓഹരി വിപണിയിൽ ആളുകളെ വഞ്ചിച്ചത്. അതുകൊണ്ട് കാളക്കൂറ്റന്മാരുടെ മേലെ ചെങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ ഭാഗമായി ഇന്ത്യയുടെ ഭരണാധികാര വർഗത്തിൻ്റെ പ്രതിനിധികളായിട്ടുള്ള അമിത്ഷയും നരേന്ദ്രമോദിയും നടത്തിയ ഈ യാത്ര ഈ രാജ്യത്തെ എത്രയോ കോടി മനുഷ്യരെയാണ്, അവരുടെ സമ്പാദ്യങ്ങളെയാണ്, എത്രയോ ചെറുകിട സ്വത്തുടമസ്ഥന്മാരുടെ സമ്പാദ്യങ്ങളെയാണ് കശക്കി എറിയുകയും തകർത്തടിയുകയും അതുപോലെ തന്നെ ഏറ്റവും തെറ്റായ നിലയ്ക്ക് കൊള്ളയടിക്കാനൊരു അവസരമാക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ CPIM പറയുന്നത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായി ഇങ്ങനെ ആളുകളെ കൊള്ളയടിക്കുന്ന ഒരു സംവിധാനമാക്കി മാറ്റുന്നത് ശരിയല്ല. ഈ രാജ്യത്തിൻ്റെ ഉൽപ്പാദന വ്യവസ്ഥയുമായി ഒരു ബന്ധവുമില്ലാത്തതാണ് ഈ ഓഹരി വിപണി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഷെൽ കമ്പനികൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കാൻ അവസരം കിട്ടുന്നത്. ഇപ്പം തന്നെ ഇലക്ട്രൽ ബോണ്ടിനെതിരായ CPMൻ്റെ പോരാട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലം എന്താണ്? നരേന്ദ്രമോദി കൊണ്ടുവന്ന 4 നിയമപരിഷ്കാരങ്ങളുടെ ലക്ഷ്യം എന്താണ്? ഇതുപോലുള്ള കള്ളക്കമ്പനികൾ ഉണ്ടാക്കി കള്ളക്കമ്പനികളിലൂടെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം നൽകുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കോടികൾ കൊള്ളയടിക്കുന്നവർക്ക് ആ കൊള്ളപ്പണം രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകി മറുഭാഗത്ത് ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള കുതന്ത്രമാണ് ഇലക്ട്രൽ ബോണ്ട് പദ്ധതി എന്ന് CPM കൊണ്ടു. CPMൻ്റെ ഒരു പോരാട്ടം വിജയിച്ചു. അതുകൊണ്ട് കോൺഗ്രസിനോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് 91 മുതൽ ഇവിടെ നടപ്പാക്കി വന്നിട്ടുള്ള ആഗോളവൽക്കരണ സാമ്പത്തിക നയങ്ങളിൽ തിരുത്തൽ ഉണ്ടാക്കുമോ? ഒരു മോദിയും ഒരു അമിത്ഷയും മാത്രമല്ല, ഇത് നമ്മുടെ രാജ്യത്ത് ധാരാളം ആളുകൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് തിരുത്തൽ വരുത്തണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നയങ്ങളിൽ മാറ്റം ഉണ്ടാകണം. ആ നയങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാറ്റം വരുത്തണമെന്നാണ് CPMൻ്റെ സുചിന്തിതമായ അഭിപ്രായം. ഇവിടെ ഇന്ത്യ രാജ്യത്ത് വീണ്ടും BJPക്ക് കേവല ഭൂരിപക്ഷം കിട്ടാൻ പോകുന്നില്ല എന്ന് ആദ്യം മനസ്സിലാക്കിയ ആൾ അമിത്ഷയും നരേന്ദ്രമോദിയുമാണ്. കാരണം ഭരണത്തിൻ്റെ താക്കോൽ അവരുടെ കയ്യിലാണ്, താഴെ നിന്നുള്ള ഗ്രൗണ്ട് റിയാലിറ്റീസ് അവരുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രണ്ടാം ഘട്ടം കഴിയുമ്പോൾ ഈ 2 നേതാക്കന്മാർ ഭ്രാന്തെടുത്ത് വർഗീയത പറയാൻ തുടങ്ങിയത്. അപ്പം അവർക്ക് ഉറപ്പായിരുന്നു ഈ തെരഞ്ഞെടുപ്പെന്ന് പറയുന്നത് അവർക്ക് ഭൂരിപക്ഷം കിട്ടാൻ പോകുന്ന തെരഞ്ഞെടുപ്പല്ല. അത്തരമൊരു തെരഞ്ഞെടുപ്പിൽ എന്നാൽ അവസാനം കിട്ടാവുന്നതല്ല അങ്ങ് പോരട്ടെ. തങ്ങൾ പരാജയപ്പെടുമ്പോൾ ആ പരാജയത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ രാജ്യത്തെ ചെറുകിട സ്വത്തുടമസ്ഥന്മാർക്ക് ഇൻവെസ്റ്റേഴ്സിന് കുറേ പണം പോയാലും ഞങ്ങളുടെ മുതലാളിമാർ രക്ഷപ്പെടുമല്ലോ, ഞങ്ങളെ യജമാനന്മാർ രക്ഷപ്പെടുമല്ലോ. നമ്മൾ കടുംപെട്ടെന്നൊക്കെ പറയുന്ന പോലെ ഇവിടുത്തെ അംബാനിക്കും അദാനിക്കും ഈ മേഖലയെ പണിയെടുക്കുന്ന പണം മുടക്കുന്നവർക്കുമെല്ലാം കോടികൾ, ആ കോടികൾ ഉയർത്തിയെടുക്കാൻ വേണ്ടിയുള്ള ഒരവസരം അതാണ് നമ്മുടെ രാജ്യത്ത് ചേർന്നത്. ഈ ഓഹരി കമ്പോളത്തിൽ കളിച്ച പല ആളുകളും ഷെൽ കമ്പനികളാണ്. ഇവരെ ഒന്നും തേടി ED പോകത്തില്ല. ഇവരുടെ അക്കൗണ്ടിൽ പോയ പണത്തെക്കുറിച്ച് ഇവിടുത്തെ ED ചിന്തിക്കത്തില്ല. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊക്കെ ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ, ഇവിടുത്തെ കോൺഗ്രസും BJPയും എല്ലാം ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ ഈ അക്കൗണ്ടിൻ്റെ എല്ലാം ഉള്ളിലേക്ക് കടന്നു കയറി ഇടതുപക്ഷത്തെ കടന്നാക്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്ത് അഴിമതിയുടെ പാരാവാരത്തിൽ എന്ത് നടക്കുന്നു ഇത് വല്ല ഒരു വിചാരിക്കുന്നുണ്ടോ? നമ്മുടെ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തെ ഈ ഇത്തരം എല്ലാ വിഷയങ്ങളിൽ നിന്ന് മാറ്റിയിട്ട് കേരളത്തിൽ മാത്രമായി ഇടതുപക്ഷ വിരുദ്ധ ആഖ്യാനങ്ങൾ നിൽക്കുമ്പോഴാണ് ഇന്ത്യ എന്താണ്, അവിടെ നടക്കുന്ന തട്ടിപ്പ് എന്താണ്? ആ തട്ടിപ്പെന്ന് പറയുന്നത് കോർപ്പറേറ്റ് മുതലാളിത്തത്തിൻ്റെ ചെങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ ഭാഗമായി രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ആ കോർപ്പറേറ്റ് മുതലാളിത്തത്തിൻ്റെ നയത്തിൽ നിന്ന് മാറ്റുമോ? രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ടാക്സിൻ്റെ കാര്യമാണ്.
33% കോർപ്പറേറ്റ് ടാക്സ് ഉണ്ടായിരുന്നത് 22% കുറച്ച മോദിയുടെ നടപടി തിരുത്തപ്പെടുമോ? അങ്ങനെ കോർപ്പറേറ്റ് അനുകൂല നയങ്ങൾക്ക് തിരുത്തൽ ആവശ്യപ്പെടുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതുകൊണ്ട് ഇത് വൈയക്തികമായ അപജയം പോലെ തന്നെ ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ വ്യവസ്ഥയുടെ അപജയമാണ്. തിരുത്തപ്പെടുക തന്നെ വേണം. അതാണ് CPM-ന്റെ അഭിപ്രായം. അങ്ങനെ തിരുത്തപ്പെടാനുള്ള ഒരു വലിയ ശേഷിയായി പ്രതിപക്ഷം അപ്പുറത്ത് നിൽക്കുകയാണ്. ശ്രീ ഹെൻറി ഓസ്റ്റിൻ, യഥാർത്ഥത്തിൽ ഇന്ന് രാഹുൽ ഗാന്ധി നടത്തിയത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അഭിമാനകരമായ ഒരു മൂവാണ് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നതിൽ ഒരു തർക്കവുമില്ല. വലിയൊരു കുംഭകോണം ജനങ്ങൾക്ക് മുന്നിലേക്ക് തുറന്നു വച്ചിരിക്കുകയാണ്. BJP ആന്തരികമായ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. NDA സഖ്യകക്ഷികളിൽ നിന്നൊക്കെ വലിയ സമ്മർദ്ദം അതിജീവിച്ച് എങ്ങനെയും സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടി പെടാപ്പാടുപെടുന്നു. പക്ഷേ ഇപ്പുറത്ത് അതിശക്തമായ പ്രതിപക്ഷം ഇവിടെ ഉണ്ടാകുമെന്നുള്ള സൂചന ഈ നമ്പറിൽ മാത്രമല്ല പ്രവൃത്തിയിലും കൂടി ഇന്ത്യ മുന്നണിയിൽ നിന്നും ഉണ്ടാകുകയാണ്. രാജ്യം പുതിയ പ്രതീക്ഷകളിലേക്ക് നടന്നെടുക്കുകയാണ്. തീർച്ചയായിട്ടും നിലിമ, ഇതില് BJP എന്ന പാർട്ടിയെ സംബന്ധിച്ച് ഒരു വലിയ ഷോക്കാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് സമ്മാനിച്ചിട്ടുള്ളത്. അവരൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് അനാവരണം ചെയ്തു വന്നിരിക്കുന്നത്. കാരണം 2019 ഇവർക്ക് 14 ഇവർക്ക് കിട്ടിയിരിക്കുന്ന മാൻഡേറ്റ് 293 സീറ്റാണ്. അതിനുശേഷം അത് 303 സീറ്റായിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വർദ്ധിച്ചു 2019. ഇപ്പോൾ അത് 240 എന്ന് പറയുമ്പോൾ 63 സീറ്റ് പുറകിൽ പോയെന്ന് മാത്രമല്ല ഒറ്റയ്ക്ക് ഗവൺമെന്റ് രൂപീകരിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടിരിക്കുകയാണ് BJPക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മുൻ രണ്ട് നരേന്ദ്രമോദിയുടെ 2 ഗവൺമെന്റുകളിലും BJP എന്ന ഒറ്റ കക്ഷിക്ക് അജണ്ടകൾ നിയന്ത്രിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അത്തരം അജണ്ടകൾ നിയന്ത്രിച്ചുകൊണ്ട് ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സ്വാതന്ത്ര്യം BJPക്ക് ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഒരു കോലിഷൻ മിനിസ്ട്രിയിലേക്ക് ഈ 3ാം മോദി സർക്കാർ കടന്നു വരുമ്പോൾ ഒരു കോലിഷൻ, ഒരു സഖ്യമുന്നണിയുടെ നേതൃസ്ഥാനത്ത് ഇരിക്കുന്ന ആളെന്നുള്ള രീതിയിലേക്ക് പരുവപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് നരേന്ദ്രമോദി മാറിയിട്ടുണ്ട്. ആ മാറ്റം അദ്ദേഹം എത്രത്തോളം കൈകാര്യം ചെയ്യുമെന്നുള്ളത് വരുന്ന ദിവസങ്ങൾ നമുക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് വളരെ വോളറ്റൈൽ ടെമ്പറമെന്റൽ ആയിട്ടുള്ള എപ്പോൾ വേണമെങ്കിലും ലോയൽറ്റീസ് സ്വിച്ച് ചെയ്യാനായിട്ടുള്ള പാരമ്പര്യമുള്ള 2 കക്ഷി നേതാക്കന്മാരാണ് ഇരുവശത്തും ഇരിക്കുന്നത്. 16 സീറ്റോടുകൂടി നായിഡുവും 12 സീറ്റുള്ള നമ്മുടെ JDU. അപ്പൊ ഈ 2 കക്ഷികളുടെ ഇപ്പോൾ തന്നെ മന്ത്രിസഭാ രൂപീകരണമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ഡിമാൻഡ് ലിസ്റ്റുകൾ നമ്മള് മന്ത്രിസഭാ 2 നരേന്ദ്രമോദി സർക്കാരുകൾ മുൻപുണ്ടായപ്പോഴും മന്ത്രിസഭാ രൂപീകരണ വേളയിൽ ചർച്ചകളെ സംബന്ധിച്ച് മാധ്യമങ്ങൾക്ക് വാർത്തകൾ പോലും ഉണ്ടായിരുന്നില്ല. കാരണം BJP തീരുമാനിക്കുന്നു, അവർക്ക് ആവശ്യമുള്ള പോർട്ട്ഫോളിയോസ് എടുത്തിട്ട് എന്തെങ്കിലും അവർക്ക് അലൈസ് കൊടുക്കും. കാരണം അവർ ഡിക്റ്റേറ്റിംഗ് ടേംസ്. ഇപ്പൊ ആ ഒരു സ്ഥിതിവിശേഷം പാടെ മാറിയെന്ന് ഈ 2 ദിവസം കൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. ഇപ്പോൾ ചർച്ചകൾ മാധ്യമങ്ങളിൽ തന്നെ വരുന്നു. JDU-ന്റെ പോർട്ട്ഫോളിയോ ഇപ്പോൾ റെയിൽവേ ആവശ്യപ്പെട്ടിരിക്കുന്നു, അഗ്രികൾച്ചർ ആവശ്യപ്പെട്ടിരിക്കുന്നു, TDP സ്പീക്കർ സ്ഥാനവും 7 NDA കൺവീനർ സ്ഥാനം അടക്കം ആവശ്യപ്പെടുന്നു, രാജ്യസഭാ ഉപാധ്യക്ഷ പദവി ആവശ്യപ്പെടുന്നു. ആന്ധ്രയിലാണെങ്കിൽ TDP ആണെങ്കിൽ വലിയ വകുപ്പുകളൊക്കെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെ ഫിനാൻസ് വകുപ്പ് ഉൾപ്പെടെ ആവശ്യപ്പെടുന്ന ഒരു സ്ഥിതിയൊക്കെയാണ്. അങ്ങനെ വിട്ടുകൊടുക്കാൻ BJPക്ക് കഴിയുമോ? അപ്പൊ തന്ത്രപ്രധാനമായിട്ടുള്ള മന്ത്രാലയങ്ങൾ ഘടകകക്ഷികൾ കൈകാര്യം ചെയ്യുന്ന ഒരു സാഹചര്യം വരുമ്പോൾ BJP എന്ന് പറഞ്ഞ കക്ഷിക്ക് ഉണ്ടായിട്ടുള്ള അപജയം, അവരുടെ ആ ശോഷണം, ശക്തിയുടെ ആ ഒരു ദൗർബല്യത്തിലേക്ക് അവർ നീങ്ങുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ 3ാം മോദി സർക്കാർ. മാത്രമല്ല നരേന്ദ്രമോദി എന്ന ഇത്രകാലം കഴിഞ്ഞ 10 വർഷമായിട്ട് ഇന്ത്യയെ ഡോമിനേറ്റ് ചെയ്തിരുന്ന ഒരു പ്രധാനമന്ത്രി, അദ്ദേഹത്തിന്റെ സ്റ്റാച്ചർ, അദ്ദേഹത്തിന്റെ ആ വലിപ്പം വെട്ടിച്ചുരുക്കിയിരിക്കുന്നു എന്നുള്ളത് വ്യക്തിപരമായിട്ടും അദ്ദേഹത്തിന് വലിയ ഒരു പ്രഹരമാണ് ഈ തെരഞ്ഞെടുപ്പ് സമ്മാനിച്ചിട്ടുള്ളത്. കാരണം രാഹുൽ ഗാന്ധി 2 സീറ്റിൽ 3.5 ലക്ഷം വോട്ടിന് ജയിക്കുമ്പോൾ അദ്ദേഹം 7 ലക്ഷത്തിന് ജയിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന സീറ്റിൽ ഒരു ഘട്ടത്തിൽ ഞാൻ 2 ദിവസം മുമ്പത്തെ ഇലക്ഷൻ റിസൾട്ട് ഓർക്കുകയാണ്. ഒരു ഘട്ടത്തിൽ നരേന്ദ്രമോദി പിന്നിൽ എന്നുള്ള വാർത്ത ആദ്യ മണിക്കൂറുകൾ വരുമ്പോൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച ആളുകൾ ഈ രാജ്യത്തുണ്ട്. ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. വാരണാസിയില് ഉത്തർപ്രദേശിലെ അയോധ്യ അമ്പലം ഉണ്ടാക്കി ഉത്തർപ്രദേശിൽ ഫൈസാബാദിൽ പരാജയപ്പെടുന്നു. നരേന്ദ്രമോദി ഒരു കോൺഗ്രസിന്റെ ഒരു പ്രാദേശിക നേതാവിന്റെ മുമ്പിൽ ആദ്യ മണിക്കൂറുകളിൽ പിന്നിൽ പോകുന്നു. കേവലം 1.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലല്ലേ അദ്ദേഹം ജയിച്ചിരിക്കുന്നത്. അപ്പോൾ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇത്രയും കാലം ഇന്ത്യയിലെ NDA-യുടെ അല്ലെ BJP-യുടെ ഒരൊറ്റ ഫേസ് മാത്രമായിട്ടാണ് അവർ ഈ ഇലക്ഷൻ നേരിട്ടത്. മോദിക്ക ഗ്യാരണ്ടി തുടക്കത്തിൽ നമ്മൾ ഓർമ്മയില്ലേ, ആ ക്യാമ്പയിൻ മുഴുവൻ പോയത് ഫസ്റ്റ് സ്റ്റേജിലെ ക്യാമ്പയിൻ എന്തായിരുന്നു? മോദിക്ക ഗ്യാരണ്ടി. NDA-യുടെ ഗ്യാരണ്ടി എന്നോ BJP-യുടെ ഗ്യാരണ്ടി എന്നോ അല്ല പറഞ്ഞത്, വ്യക്തിപരമായിട്ട് മോദിയുടെ ഗ്യാരണ്ടി, മോദിയുടെ അച്ചീവ്മെന്റ്സും മോദിയുടെ പടങ്ങളും വെച്ചിട്ടുള്ള ഒരു ക്യാമ്പയിന്റെ
ബാക്ക് ഫയറിന്റെ ഉത്തരവാദിത്തം മോദി തന്നെ ഏറ്റെടുക്കേണ്ടി വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈ തിരിച്ചടിയുടെ ഒരു പാപഭാരം അത് ഈ BJPക്ക് ഇന്നുണ്ടായിട്ടുള്ള ഒരു ക്ഷീണത്തിന്റെ ഉത്തരവാദിത്തം നരേന്ദ്രമോദിയിലേക്ക് തന്നെ വരികയാണ്. നരേന്ദ്രമോദിയുടെ ഒപ്പം തന്നെ അമിത്ഷായ്ക്ക് ഇത് പങ്കിടേണ്ടി വരും. കാരണം ഇവര് രണ്ടുപേരും ഒരു ദ്വയങ്ങളായിട്ടാണല്ലോ ഇതുവരെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നത്. അമിത്ഷായെ ആഭ്യന്തര മന്ത്രിസ്ഥാനത്ത് മാറ്റണമെന്ന് TDP ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നൊരു വാർത്ത കൂടി ചില വാർത്തകളിൽ പുറത്തു വരുന്നുണ്ട്. സത്യമാണെന്നറിയില്ല, പക്ഷേ ഇന്നത്തെ ചില വാർത്തകളിൽ അത്ര ഒരു ആവശ്യം കൂടി കാണുന്നുണ്ട്. അപ്പോൾ ഇതുവരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ രാജ്യം കണ്ടിട്ടുള്ള ഭരണ സംവിധാനം അല്ലെങ്കിൽ ആ ഭരണത്തിന്റെ രീതികളിൽ മാറ്റം ഉണ്ടാവുന്ന മാത്രമല്ല പാർലമെന്റ് ഒരു ബാറ്റിൽ ഗ്രൗണ്ടായിട്ട് മാറാനുള്ള എല്ലാ സാധ്യതകളും തുറന്നിട്ടുകൊണ്ടാണ് ഇന്ന് രാഹുൽ ഗാന്ധി ഈ ആദ്യത്തെ കുംഭകോണത്തിനുള്ള ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം കഴിഞ്ഞ പാർലമെന്റിൽ പ്രതിപക്ഷത്തെ സ്റ്റീം റൂൾ ചെയ്തുകൊണ്ട് പ്രതിപക്ഷ അംഗങ്ങളെ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ബില്ലുകൾ പാസ്സാക്കുക. എത്ര ബില്ലുകൾ കഴിഞ്ഞ പാർലമെന്റ് സെഷനിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഏറ്റവും വിചിത്രമായിട്ടൊരു പാർലമെന്റ് സെഷനാണ് കഴിഞ്ഞ മന്ത്രിസഭയുടേത്. കാരണം 55% ബില്ലുകൾ പാസ്സാക്കുന്നത് കേവലം 1 മണിക്കൂർ മാത്രം ചർച്ച ചെയ്തുകൊണ്ടാണ്. ശ്രീ ഹെൻറി, ഞാൻ അങ്ങയിലേക്ക് വരാം. BJPയുടെ പ്രതിനിധി ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഉണ്ടായിരുന്നതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സാങ്കേതിക തടസ്സം മൂലം അദ്ദേഹത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല. ശ്രീ അനിൽകുമാറിലേക്ക് പോവുകയാണ്. ശ്രീ അനിൽകുമാർ, ഈ 2014-ലും 2019-ലും BJP അഭിമുഖീകരിച്ച പ്രശ്നങ്ങളൊന്നുമല്ല ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന വിഷയം. അവരുടെ നയപരമായ കാര്യങ്ങളടക്കം മാറ്റിക്കുറിക്കുന്ന ഒരവസ്ഥയിലേക്ക് സഖ്യകക്ഷികൾ വളരെ വലിയൊരു നിലപാടെടുക്കുകയാണ്. നോക്കൂ, അഗ്നിവീർ പദ്ധതി പിൻവലിക്കണമെന്നാണ് JDU ആവശ്യപ്പെടുന്നത്. അതുപോലെ സെൻസസ് നടപ്പാക്കുക, ജാതി സെൻസസ് അടക്കം നടപ്പാക്കുക എന്നിങ്ങനെ ഈ BJPയെ മോദിയെയൊക്കെ മൂക്കുകൊണ്ട് എണ്ണ വരപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് സഖ്യകക്ഷികൾ നിലപാടെടുക്കുകയാണ്. വലിയ വെല്ലുവിളിയല്ലേ അവരെ നേരിടാൻ പോകുന്നത്? ശ്രീ അനിൽകുമാർ, ഞാൻ അങ്ങയിലേക്ക് വരാം. ഒരു സെക്കൻഡ്. ഇപ്പോൾ BJPയുടെ പ്രതിനിധി, അദ്ദേഹം ഈ ചർച്ചയുടെ ഭാഗമായി ഉണ്ടായിരുന്നില്ല. ശ്രീ K. സോമൻ, ആദ്യം നമ്മൾ പറഞ്ഞു വെച്ചത് ഇന്ന് പ്രതിപക്ഷം രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച വലിയൊരു കുംഭകോണത്തെക്കുറിച്ചാണ്. 38 ലക്ഷം കോടിയുടെ ഓഹരി കുംഭകോണം നടന്നു എന്ന് രാഹുൽ ഗാന്ധി ഈ സത്യപ്രതിജ്ഞ നടക്കുന്നതിന് മുമ്പേ ഈ സർക്കാരിനെതിരെ വലിയൊരു ആരോപണമായി ഉന്നയിക്കുകയാണ്. ആന്തരിക സമ്മർദ്ദം അവിടെ നിങ്ങൾക്ക് അങ്ങേയറ്റമുണ്ട്, പക്ഷെ ബാഹ്യ സമ്മർദ്ദം കൂടി NDA മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ അഭിമുഖീകരിക്കാൻ പോകുകയാണ്. എന്താണ് പ്രതികരണം? ശ്രീ സോമൻ, അങ്ങേക്ക് കേൾക്കാമോ? ശ്രീ സോമൻ, അങ്ങേക്ക് കേൾക്കാമോ? ദയവായി PCR അക്കാര്യം ഒന്ന് പരിശോധിക്കുക. അനിൽകുമാറിലേക്ക് തന്നെ പോകുകയാണ്. അനിൽകുമാർ, അഗ്നിവീർ അടക്കം കേന്ദ്ര സർക്കാരിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയായ അഗ്നിവീർ അടക്കം പിൻവലിക്കണമെന്ന് സഖ്യകക്ഷിയായ JDU ആവശ്യപ്പെടുന്നൊരവസ്ഥയുണ്ട്. ഇങ്ങനെ വലിയൊരു വിലപേശൽ കൊണ്ട് എത്ര കാലം ഈ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയും? പത്തു കൊല്ലക്കാലം ഈ രാജ്യത്തോടും ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തോടും ഈ രാജ്യത്തെ ജനതയോടും അതിൻ്റെ ചരിത്രത്തോടും പാരമ്പര്യത്തോടും ഇന്ത്യ എന്ന ആശയത്തോടും ചെയ്തു കൂട്ടിയിട്ടുള്ള ഒടുങ്ങാത്ത പാതകങ്ങൾ, അതൊക്കെ തന്നെ ഈ ഭൂമിയിൽ അനുഭവിച്ചു മടങ്ങുക എന്ന വിധിയാണ് നരേന്ദ്രമോദിയെ കാത്തിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ചത്തതിനൊപ്പമേ ജീവിച്ചിരിക്കലും എന്ന് കരുതുന്ന രീതിയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ത്യയിൽ ഭരിക്കേണ്ടി വരും. അദ്ദേഹം പ്രധാനമന്ത്രിയാകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ. ഭീഷ്മർ മരണത്തിന് ഉത്തരായനം കാത്ത് കിടന്നതുപോലെ ശരശയ്യയിൽ കിടക്കുന്നൊരു ഗവൺമെൻറ് ആയിരിക്കും ഈ ഗവൺമെൻറ് എന്ന് ഒരു സംശയവും ആർക്കും വേണ്ട. ഇവിടെയാണ് തല കീഴായി ചരിത്രം വന്നു നിൽക്കുന്നത്. ബീഹാറിൽ ഇതേ നിതീഷ് കുമാറിൻ്റെ ഗവൺമെൻറ്റിൽ നിതീഷ് കുമാറിന് 38 സീറ്റേ ഉള്ളൂ. 76 സീറ്റ് BJPക്ക് ഉണ്ടായിരുന്നു. നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രിയാക്കി, പക്ഷേ BJPയാണ് പിൻസീറ്റ് ഭരണം നടത്തിയത്. അങ്ങനെ ബീഹാറിൽ അപമാനിതനായി, BJP മന്ത്രിമാരാൽ അപമാനിതനായി വളരെ ദയനീയാവസ്ഥയിലായിരുന്നപ്പോഴാണ് നിതീഷ് കുമാർ മറുകണ്ഠം ചാടി ലല്ലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിക്കൊപ്പം ചേർന്ന് അന്ന്
ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ മുന്നണി ഉണ്ടാക്കാൻ നേതൃത്വം കൊടുത്തത്. ആ ഇന്ത്യ മുന്നണി ഉണ്ടാക്കാൻ നേതൃത്വം കൊടുത്ത ജാതി സെൻസസ്, BJP എതിർത്ത ജാതി സെൻസസ് നമ്മുടെ രാജ്യത്ത് നടപ്പാക്കാൻ ആദ്യമായി നേതൃത്വം കൊടുത്ത ഒരു നേതാവിനോടൊപ്പം വീണ്ടും മന്ത്രിസഭയിൽ ഇരിക്കാൻ അല്പം നാണം വേണം, ഇല്ലെങ്കിൽ മാനം വേണം. ഇത് രണ്ടും ഇല്ലെങ്കിൽ തൊലിക്കെട്ട് വേണം. നരേന്ദ്രമോദിക്ക് എന്താ ഉള്ളതെന്ന് നമുക്കറിയാമല്ലോ. സ്വയം ദൈവമാണെന്ന് പറയുന്ന വികൃത ജന്മമാണ് അദ്ദേഹത്തിൻ്റെതെന്ന് നമ്മുടെ നാട്ടിലെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം പതനങ്ങളിലേക്കാണ് നരേന്ദ്രമോദി സ്വയം പോയത്, ഇന്ത്യയെ നയിച്ചത്, എന്തെല്ലാം കളവുകളും അബദ്ധങ്ങളുമാണ് പറഞ്ഞത്. ഇപ്പം അദ്ദേഹം സുരക്ഷിതമായിട്ടിരിക്കുമെന്നാണോ കരുതുന്നത്? ഒന്ന് മഹാരാഷ്ട്രത്തിലാണ് BJP അവരുമായി കൂടിയ എല്ലാ പാർട്ടികളെയും തകർത്തു. എന്തുകൊണ്ട് ശിവസേന BJPക്ക് എതിരെ നിൽക്കുന്നു? ശിവസേനയുടെ അടിത്തറ മാന്തുന്ന പണിയാണ് മഹാരാഷ്ട്രത്തിൽ BJP ചെയ്തത്. അതോടുകൂടി BJPയെ തൊട്ടവരില്ലാതെയാകും. അതുകൊണ്ട് വേറെ മാർഗമില്ലാത്തതുകൊണ്ട് ശിവസേന വേറെ നിലപാടെടുത്താണ്. പവാറിൻ്റെ പാർട്ടിയോ അവരുടെ പാർട്ടിയെ പിളർത്തിയതോ എന്തെങ്കിലും മാന്യതയും മര്യാദയുള്ള പരിപാടിയാണോ? മാത്രമല്ല, സുപ്രീം കോടതി വിധിച്ചിട്ടും ഒരു BJPയുടെ സ്പീക്കറാണ് ഇന്നും അവിടുത്തെ ഏകനാഥ് ഷിൻഡെയുടെ ഗവൺമെൻറ്റിനെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ വരാൻ പോകുന്ന അനുഭവം എന്താണെന്നറിയാമോ? അജിത് പവാറിൻ്റെ മനസ്സിൽ മനംമാറ്റം വന്നിരിക്കുകയാണ്. അവിടെ NCP ഇപ്പോൾ പൂർണ്ണമായിട്ടും അപ്പുറേക്ക് പോകാൻ പോവുകയാണ്. മഹാവികാസ് ഗവൺമെൻറ് വീണാൽ ഈ ഗവൺമെൻറ് ഭൂരിപക്ഷം എത്രയായി? പിന്നെ നിതീഷ് കുമാറിൻ്റെ വിലപേശൽ കൂടുകയല്ലേ ഉള്ളൂ. 7 സീറ്റുള്ള അവരെ കൂടെ ഇപ്പുറം പോയി കഴിഞ്ഞാൽ ബാക്കി എന്തായിരിക്കും അവസ്ഥ? 4 സീറ്റുള്ളവർ പോയാൽ. അങ്ങനെ ഓരോ ദിവസവും ഇന്ത്യയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് BJP എന്ന് പറയുന്ന പാർട്ടി ഈ 10 കൊല്ലം ഇവിടെ ചെയ്തു കൂട്ടിയതെല്ലാം അനുഭവിക്കുന്ന നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണാൻ പോവാണ്. ഇപ്പുറത്ത് ആരാണ്? ശ്രീ ചന്ദ്രബാബു നായിഡു. അദ്ദേഹം BJPക്കെതിരായ ഇന്ത്യ രാജ്യത്തെ പ്രതിപക്ഷത്തിൻ്റെ നായകസ്ഥാനത്തായിരുന്നു മുമ്പുണ്ടായിരുന്നത്. ബാബറി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം ഇവരെ അധികാരത്തിൽ കൊണ്ടുവരുത് എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് പോരാട്ടം നടത്തിയ ആളാണ്. അവിടെയാണ് അദ്ദേഹത്തെ ജയിലിൽ പിടിച്ചിട്ട് വല്ലാതെ പീഡിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു നിലപാട് സ്വീകരിച്ചത്. ഇപ്പം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ചന്ദ്രബാബു നായിഡുവിനറിയാം BJPയുടെ സ്വഭാവത്തെ അറിയാം. ഇല്ല, തൊട്ടപ്പുറത്ത് ഒറീസയിൽ എന്താണ് BJP ചെയ്തത്? അവിടുത്തെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ എങ്ങനെയാണ് അപമാനിച്ചത്? അദ്ദേഹത്തിന് ജില്ലയുടെ തലസ്ഥാനത്തിൻ്റെ പേരറിയാമെന്ന് ചോദിച്ച ഒരു പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. ഇതുകൊണ്ട് ഇവിടുത്തെ ഓരോ കക്ഷികളും ഈ രാജ്യത്തെ ഇഷ്ടപ്പെടുന്ന, ഈ രാജ്യത്ത് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന, ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കക്ഷിയും BJPക്കൊത്ത് പോകാൻ പോകുന്നില്ല. മാത്രമല്ല, ഇതിനേക്കാൾ കടുത്ത ആഭ്യന്തര വൈരുദ്ധ്യമാണ് BJPയിൽ വരാൻ പോണത്. എത്ര കാലം മോദിയെ വെച്ചുകൊണ്ടിരിക്കും? ഇങ്ങനത്തെ അവസ്ഥയിൽ കടുത്ത കലാപങ്ങളിലേക്ക് BJP പോവുകയാണ്. തൽക്കാലം എവിടെങ്കിലുമൊക്കെ ഒട്ടിച്ചു വെച്ചാലും നിലനിൽക്കാൻ പോകുന്നില്ല. ആ പ്രശ്നങ്ങളിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ BJPയുടെ പ്രതിനിധി K. സോമൻ ഉണ്ട്, കേൾക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ശ്രീ സോമൻ, അതായത് സത്യപ്രതിജ്ഞാ തീയതിയൊക്കെ നിശ്ചയിച്ചു, ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുകയാണ്. പക്ഷേ സഖ്യകക്ഷികളുടെ വിലപേശലിൽ യഥാർത്ഥത്തിൽ നട്ടം തിരിയുകയാണ് മോദിയും NDAയും എല്ലാം. ഈ അഗ്നിവീർ പദ്ധതി നിർത്തലാക്കണമെന്നതടക്കം മോദി സർക്കാരിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പദ്ധതികളെല്ലാം അതിലടക്കം കൈവയ്ക്കുന്നൊരവസ്ഥ ഈ സഖ്യകക്ഷികൾ ഇപ്പോൾ തന്നെ നിലപാടെടുക്കുകയാണ്. ഇങ്ങനെ എത്ര നാൾ ഈ വിലപേശി ഇങ്ങനെ വഴങ്ങി ഈ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയും? 10 വർഷക്കാലം നമ്മുടെ രാജ്യം ഭരിച്ച നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം വീണ്ടും ഈ രാജ്യത്ത് തുടരുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു ജനവിധി, BJPക്ക് അനുകൂലമായ ഒരു ജനവിധി 240 ലോക്സഭാ മണ്ഡലങ്ങളിൽ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോഴും K. സോമനിലേക്ക് എത്താൻ പറ്റുന്നില്ല. സാങ്കേതിക തടസ്സം മൂലം ആ കണക്ഷൻ വിട്ടുപോകുകയാണ്. ശ്രീ ഹെൻറി ഓസ്റ്റിനിലേക്കാണ് പോകുന്നത്. ശ്രീ ഹെൻറി ഓസ്റ്റിൻ, ഇങ്ങനെ പോയാൽ
ഫ്ലാഗ്ഷിപ്പ് പരിപാടികളെല്ലാം നിർത്തിവെക്കാൻ എന്ന് ഘടകകക്ഷികൾ ആവശ്യപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാവില്ലേ? അതായത് 12ഉം 16ഉം സീറ്റുകളുള്ളവരൊക്കെ വലിയ സമ്മർദ്ദത്തിലേക്ക് മോദിയെ തള്ളിവിടുന്ന ഒരവസ്ഥ, ഒപ്പം പുറത്ത് വലിയ അഴിമതി ആരോപണം ഉയരുകയും ചെയ്യുന്നു. എന്തായാലും ഇത്രനാൾ പോയതുപോലെ പോകാൻ കഴിയില്ല. ഇത്രനാൾ ഈ വലിയ വർഗീയതയൊക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയ BJPക്ക് ഇനിയുള്ള നാളുകൾ അത്തരത്തിൽ പോകാൻ കഴിയില്ല എന്നൊരു സന്ദേശമല്ലേ ഇപ്പോൾ തന്നെ വന്നിരിക്കുന്നത്? ഗവൺമെന്റ് ഉണ്ടാക്കാനുള്ള ജനവിധികൾ 303-ൽ നിന്ന് 240-ലേക്കുള്ള വീഴ്ച എന്ന് പറഞ്ഞാൽ 63 സീറ്റിൽ താഴെ പോയൊരു പാർട്ടിയാണ് BJP എന്ന് പറയുന്നത്. അപ്പൊ ഒരു റെഡ്യൂസ്ഡ് മാൻഡേറ്റിൽ അവരൊരു കോalitionന്റെ ബലത്തിൽ മാത്രം മന്ത്രിസഭ ഉണ്ടാക്കുന്ന മൂന്നാമത്തെ മോദി സർക്കാർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും BJP കഴിഞ്ഞ സ്വതന്ത്രമായിട്ട് BJP ഡോമിനന്റ് പാർട്ണർ ആയിട്ടുള്ള, അതായത് അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം വേണമെങ്കിൽ ഒറ്റയ്ക്ക് ഭരിക്കാവുന്ന ഭൂരിപക്ഷം ഉണ്ടായിരുന്ന BJP എന്ന പ്രസ്ഥാനത്തിന്റെ അവർ മുന്നോട്ട് വെച്ച കഴിഞ്ഞ 10 വർഷത്തിൽ അവർ മുന്നോട്ട് വെച്ച അവരുടെ RSSന്റെ കൂടി സംഘപരിവാറിന്റെ കൂടി അജണ്ടകൾ അവര് ഫോർഫ്രണ്ടിൽ കൊണ്ടുവന്നിരുന്ന കുറെ ഇഷ്യൂസ് ഉണ്ട്. ആ ഇഷ്യൂസ് എല്ലാം ഇനി ബാക്ക് ബർണറിലേക്ക് പോകേണ്ടി വരും സ്വാഭാവികമായിട്ട്. ഇപ്പൊ CAA അടക്കം, യൂണിഫോം സിവിൽ കോഡ് അടക്കം, അതുപോലെ തന്നെയുള്ള ഹിന്ദുത്വ അജണ്ടകളിൽ അവര് മുന്നോട്ട് വെച്ചിരുന്ന എല്ലാ അജണ്ടകളും ബാക്ക് ബർണറിലേക്ക് വെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് BJP മാറേണ്ടി വരും. കാരണം ബാക്ക് ബർണറിലേക്ക് വെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് BJP മാറേണ്ടി വരും. കാരണം ഒരു കോalitionലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം വിധ്വംസകമായിട്ടുള്ള അത്തരം ഡിവൈസീവായിട്ടുള്ള അജണ്ടാസ് കോalition പാർട്ട്നേഴ്സിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് നായിഡുവിനാണെങ്കിലും ജനതാദൾ യുണൈറ്റഡിനാണെങ്കിലും അത് അത്തരം അജണ്ടകളിൽ ഇവരെ പിന്താങ്ങാനായിട്ട് ഒരുപാട് പരിമിതികൾ വരും. അത്തരം അങ്ങനെയുള്ള മറ്റ് അജണ്ടകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇനി സാമ്പത്തിക മേഖലയിൽ നോക്കിയാലും പ്രോ കോർപ്പറേറ്റ് ആയിട്ടുള്ള ക്രോണി ക്യാപിറ്റലിസത്തിന് വളം വെച്ചുകൊണ്ടുള്ള നയരൂപീകരണവും അവർക്ക് വേണ്ടപ്പെടുന്ന കോർപ്പറേറ്റുകൾക്ക് വലിയ തോതിൽ ആ നയരൂപീകരണത്തെ ആനുകൂല്യം ലഭിക്കുന്ന ക്രോണി ക്യാപിറ്റലിസത്തിന്റെ പല മേഖലയിൽ നിന്ന് ഇവർക്ക് പിൻവാങ്ങേണ്ടി വരും. ഇപ്പൊ കഴിഞ്ഞ 10 വർഷത്തിൽ ഇന്ത്യൻ ജനതയോട് നരേന്ദ്രമോദി ചെയ്ത ഏറ്റവും വലിയ വഞ്ചന എന്ന് പറയുന്നത് പെട്രോളിയം വിലയിലുള്ള അവർ ഓരോ തവണ എക്സൈസിന്റെ വർധന വരുത്തുമ്പോഴും ആ ക്രൂഡിന്റെ വില കുറയുമ്പോൾ എക്സൈസിന്റെ വില റേറ്റ് വർദ്ധിപ്പിച്ചുകൊണ്ട് സർക്കാരിലേക്ക് തന്നെ ആനുകൂല്യം മുഴുവൻ എടുത്തു. 28 ലക്ഷം കോടി രൂപയാണ് കഴിഞ്ഞ 10 വർഷത്തിൽ നരേന്ദ്രമോദി സർക്കാർ പെട്രോൾ ഡീസൽ ഇനത്തിൽ മാത്രമേ ഇന്ത്യൻ ജനതയെ വഞ്ചിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ UPA സർക്കാരിന്റെ കാലത്ത് പെട്രോളിന്റെ ഇത് ഡീകൺട്രോൾ ചെയ്യുമ്പോൾ അന്നത്തെ കണ്ടീഷൻ എന്തായിരുന്നു? ക്രൂഡിന്റെ വില കുറയുമ്പോൾ പെട്രോളിന്റെ വില ഉപഭോക്താവിന് കുറഞ്ഞു കിട്ടും. ക്രൂഡിന്റെ വില കൂടുമ്പോൾ തത്തുല്യമായ രീതിയിൽ പെട്രോളിയം വില ഉപഭോക്താവ് കൂടുതൽ കൊടുക്കണം. ആ പ്രൈസ് മെക്കാനിസം പാടെ മാറ്റിക്കൊണ്ട് പെട്രോളിന്റെ ക്രൂഡിന്റെ വില കുറയുമ്പോൾ അതിന്റെ കംപ്ലീറ്റ് ബെനിഫിറ്റ് ഗവൺമെന്റ് തന്നെ കിട്ടത്തക്ക രീതിയിൽ എക്സൈസിന്റെ ഡ്യൂട്ടി വർദ്ധിപ്പിച്ചുകൊണ്ട് 28 ലക്ഷം കോടി രൂപയാണ് സാധാരണക്കാരിൽ നിന്ന് ഈ സർക്കാർ കൊണ്ടുവരുന്നത്. രണ്ടാമത് ഓൾറൗണ്ട് പ്രൈസ് ഇൻഡെക്സ് വന്നിട്ടില്ല. നമുക്ക് കഴിഞ്ഞ 10 വർഷത്തിലെ ജീവിത ചെലവ് ക്രമാതീതമായി വർദ്ധിക്കുന്ന ഒരു സാഹചര്യം GST മൂലം ഉണ്ടായിട്ടുണ്ട്. UPA സർക്കാർ വിഭാവനം ചെയ്ത് GST അല്ല NDA സർക്കാർ നടപ്പിലാക്കിയത്. ഇവിടെ 28% 18% സാധാരണ ആവശ്യങ്ങൾക്ക് വരെ GST ഏർപ്പെടുത്തിയപ്പോൾ ജീവിത ചെലവ് ക്രമാതീതമായി വളർന്നു വരുന്ന ഒരു സാഹചര്യം നമ്മളെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്തരത്തില് സർക്കാരിന് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്ന രീതിയിലുള്ള നിയമങ്ങളുമായിട്ട് മുന്നോട്ട് പോയി അത്തരം സാമ്പത്തിക നയങ്ങളുടെ ഗുണഭോക്താവായിട്ട് സർക്കാർ തന്നെ മാറുകയും ചെയ്യുമ്പോൾ സാധാരണക്കാരന്റെ ജീവിത ചെലവ് വർദ്ധിച്ചു, വരുമാന നഷ്ടമുണ്ടായി. ഇതിന്റെ ഇടയിൽ കോവിഡും മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം വരുമാന നഷ്ടമുണ്ടായി. ഇവിടെ ചെറുകിട കമ്പനികൾക്ക് വലിയ തോതിലുള്ള നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഓൾറൗണ്ട് ഒരു ഡിസ്ട്രസ്, റൂറൽ ഡിസ്ട്രസ്, അതുപോലെ തന്നെ നമ്മുടെ മിഡിൽ ക്ലാസ്സിന് വന്നിട്ടുള്ള ഒരു ഡിസ്ട്രസ്, അതിന്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ഈ ഇലക്ഷന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഇത് എന്തായാലും ഈ ഒരു സർക്കാരിന് ഇതെല്ലാം ഈ ഫാക്ടേഴ്സ് എല്ലാം കണക്കിലെടുക്കേണ്ടി വരും. പ്രത്യേകിച്ച് കോalitionലാവുമ്പോൾ കുറെ കൂടി സോഷ്യലിസ്റ്റിക് ആയിട്ടുള്ള ചില പോളിസികളിലേക്ക് ഈ സർക്കാർ നീങ്ങേണ്ടി വരുമെന്നുള്ളൊരു സൂചന കൂടി വ്യക്തമാണ്. കാരണം ഒരു തമ്പിങ് മെജോറിറ്റിയിലെ വീണ്ടും ഭരണത്തിൽ വന്നാൽ ഇവർ വെച്ചിരുന്ന അജണ്ടകൾ, ആദ്യത്തെ 100 ഡേ അജണ്ട എന്ന് പറയുന്നത് മോദി ഉണ്ടാക്കി വെച്ചിരുന്ന അജണ്ടകളെല്ലാം ഇപ്പോൾ എടുത്ത് മാറ്റിയിട്ട് രണ്ടാമത് ഇതെല്ലാം റീവർക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ഈ മൂന്നാം മോദി സർക്കാർ പോകാൻ പോകുന്നത്. അവർക്ക് സാമ്പത്തിക നയങ്ങളിൽ വ്യത്യാസം വരുത്തേണ്ടി വരും. കുറെ കൂടി പോപ്പുലിസ്റ്റ് മെഷേഴ്സിലേക്ക് അവർക്ക് പോകേണ്ടി വരും. സബ്സിഡിയും സാധാരണക്കാരനുള്ള ഇപ്പോൾ ഉള്ള ഭാരങ്ങൾ കുറക്കത്തക്ക രീതിയിലുള്ള, അതുപോലെ തന്നെ കർഷകരുടെ പ്രശ്നം ഒരു നീറുന്ന പ്രശ്നമല്ലേ. കർഷകർക്ക് ഇന്ത്യയിലെ ഇന്ന് കിട്ടുന്ന വേതനം 2014 220 രൂപ പ്രതിദിന വേതനം ഒരു കർഷകൻ ഉണ്ടായിരുന്നെങ്കിൽ 2024 ആകുമ്പോൾ ശരാശരി വേതനം 206 രൂപയാണ്.
14 രൂപ കുറവാണ് 10 വർഷം. അതാണ് ഈ 1 ലക്ഷത്തോളം കർഷകർ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം. നിരന്തരമായ കർഷക സമരങ്ങൾ ഉണ്ടാകാനുള്ള കാരണം മിനിമം സപ്പോർട്ട് പ്രൈസ് കറക്റ്റായിട്ട് കൊടുക്കുന്നില്ല. അത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ സാധാരണക്കാരെ ബാധിക്കുന്ന, കാർഷിക വൃത്തിയെ ബാധിക്കുന്ന, ഇന്ത്യയുടെ സബർബൻ റൂറൽ പോപ്പുലേഷനെ ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങളിൽ ഒരു റീതിങ്ക് ഈ സർക്കാരിന് തീർച്ചയായും എടുക്കണം. അപ്പോൾ കഴിഞ്ഞ 10 വർഷം നമ്മൾ കണ്ടുവന്ന സാമ്പത്തിക നയങ്ങളും സാമൂഹിക അജണ്ടകളും മാറ്റേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഈ കോalition ഈ ഗവൺമെന്റിനെ നിർബന്ധിതമാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നമുക്കില്ല. ഈ ഒരു കോalitionലേക്ക് ആദ്യമായിട്ട് ഒരു ഇത്തരത്തിലുള്ള ഒരു ജൂനിയർ പാർട്ട്ണർ, അവർ തന്നെയാണ് പ്രധാനപ്പെട്ട കക്ഷിയെങ്കിൽ പോലും ജൂനിയർ പാർട്ട്നേഴ്സിൻ്റെ വോയിസസ് കൂടി കൺസിഡർ ചെയ്തൊരു കോalition ലീഡ് ചെയ്യേണ്ട ഒരു ബാധ്യത നരേന്ദ്രമോദിക്ക് വരുമ്പോൾ കഴിഞ്ഞ 10 വർഷവും ഗുജറാത്തിൽ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും 2 തവണ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴും നരേന്ദ്രമോദി തന്നെയാണ് മുമ്പിൽ നടന്നിരുന്നത്. കൈവീശി നെഞ്ചും വിരിച്ച് നടന്നിരുന്ന നരേന്ദ്രമോദിക്ക് നെഞ്ചുവിരിച്ച് ഇനി കൈവീശി സ്വതന്ത്രമായി നടക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, കൈ നേരെ വെച്ച് പതുക്കെ നടന്നുപോകേണ്ട ഒരു സാഹചര്യമാണ്. അപ്പുറവും ഇപ്പുറവും ഈ കോalition പാർട്ട്നേഴ്സ് പറയുന്നത് കേട്ട് നടക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നരേന്ദ്രമോദി വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ നമുക്ക് സ്പഷ്ടമാണ്. മന്ത്രിസഭാ രൂപീകരണത്തിൽ തന്നെ സൂചനകൾ വന്നു കഴിഞ്ഞു. NDA മീറ്റിംഗിന്റെ വിഷ്വൽസ് ആണ് നമ്മൾ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുന്നത്. ശ്രീ സോമൻ, നോക്കൂ, അങ്ങേക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോമൻ, കേൾക്കാമോ? കേൾക്കാം. അതായത് ഈ കഴിഞ്ഞ 10 വർഷവും NDA യോഗം നടക്കുമ്പോൾ നമ്മുടെ മുന്നിലുള്ള ഒരു പിക്ചറുണ്ട്. മോദി, അമിത്ഷാ, രാജ്നാഥ് സിംഗ്, ഇവർ 3 പേരും ഒരു ബ്ലോക്കായി ഇരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നോക്കൂ, ചന്ദ്രബാബു നായിഡുവും അതുപോലെ നിതീഷ് കുമാറുമാണ് അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെയായി, മോദിയുടെ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെയായി ഇരിക്കുന്നത്. അതായത് 242 സീറ്റുകൾ ഉള്ള ആളുകൾ 12ഉം 16ഉം സീറ്റുകളുള്ള ആളുകളോട് ഒരു തരത്തിൽ യാചിക്കുന്ന പോലെ, അവർക്ക് കീഴടങ്ങുന്ന പോലെ ബോഡി ലാംഗ്വേജിൽ പോലും വ്യത്യാസം വന്നിരിക്കുകയാണ് NDAയുടെ. ഇതെല്ലാം തന്നെ നിങ്ങളുടെ വ്യാഖ്യാനങ്ങളാണ്. ഇവിടെ ഈ ചർച്ചയിൽ എനിക്ക് സാങ്കേതിക പ്രശ്നം കൊണ്ട് പങ്കെടുക്കാനായിട്ട് സാധിക്കാത്ത ഒരു പരിമിതിയുണ്ട്. കോൺഗ്രസിന്റെയും CPM-ന്റെയും പ്രതിനിധികൾ പറയുന്നത് എനിക്ക് കൃത്യമായി കേൾക്കാനുമായി കഴിഞ്ഞിട്ടില്ല. ഇതില് 240 സീറ്റുകൾ നേടിയ ഒരു കക്ഷി വലിയ പ്രതിരോധത്തിന് വിധേയമായി, കള്ളപ്രചാര വേലയ്ക്ക് വിധേയമായി ജനവിധി തേടിയപ്പോൾ ഞങ്ങൾക്ക് 240 പാർലമെന്റ് മണ്ഡലങ്ങളിൽ ജയിച്ചു വരാൻ സാധിച്ചു. ഞങ്ങൾ ഈ രാജ്യത്ത് മുന്നണി രാഷ്ട്രീയം വളരെ വിജയകരമായി കൈകാര്യം ചെയ്തതാണ് എന്നുള്ളത് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് BJP അതിന്റെ ആശയങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് മുന്നണി രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അനുഭവ സമ്പത്ത് ഈ മുന്നണിയിലെ കക്ഷികൾക്കുണ്ട്, BJPക്കുമുണ്ട്. ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, കർഷക പ്രക്ഷോഭത്തെ കുറിച്ച് പറഞ്ഞു, പെട്രോൾ വില വർധനവിനെ സംബന്ധിച്ച് പറയുന്നു, കോർപ്പറേറ്റ് ടാക്സിനെ കുറിച്ചൊക്കെ പറയുന്നു. ഇതെല്ലാം തന്നെ അനിൽകുമാറിന്റെ പാർട്ടിയും കോൺഗ്രസിന്റെ പ്രതിനിധിയുടെ പാർട്ടിയും ഒക്കെ തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉന്നയിച്ചതല്ലേ. ജനങ്ങൾ ഇവർക്ക് എന്തേ അംഗീകാരം കൊടുക്കാത്തത്? ഇപ്പോഴും ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന പരിഗണന കിട്ടിയത് BJPക്കാണല്ലോ. ആ പരിഗണന ഉപയോഗിച്ചുകൊണ്ട് ഘടക കക്ഷികൾ ഞങ്ങളുടെ മുന്നണിയിൽ നിന്നുകൊണ്ട് മത്സരിച്ചവരാണെന്നേ. ഇവരാരും കൊള്ളത്തില്ല എന്ന് ശ്രീ അനിൽകുമാർ പറയുന്നത് കേട്ടു. പക്ഷെ ഇവരെയൊക്കെ ഇവരുടെയൊക്കെ ഇന്ത്യ സഖ്യത്തോടൊപ്പം ചേർത്താൽ ഇവരെല്ലാം മാന്യന്മാരായി മാറും, ഇവരെല്ലാം മഹത്തുക്കളായി മാറും. ഇതൊരു രാഷ്ട്രീയ സമീപനമാണ്. ആ സമീപനത്തെ തുറന്നു കാണിച്ചുകൊണ്ട് ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി BJP ഉയർത്തിയിട്ടുള്ള ആശയ അടിത്തറയിൽ ഉറച്ചു നിന്നുകൊണ്ട് ജനക്ഷേമപരമായിട്ടുള്ള നടപടികളുമായി മുന്നണി രാഷ്ട്രീയത്തിന്റെ പുതിയ പാഠശാലയിൽ ഞങ്ങൾ പരിശീലിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇവിടെ അവകാശവാദങ്ങൾ ഉണ്ടെന്നൊക്കെ പറയുന്നത് മാധ്യമങ്ങൾ പറഞ്ഞിട്ടുള്ള വിവരങ്ങളാണ്. ഏതെങ്കിലും ഒരു കക്ഷിയുടെ നേതാവ്, ഈ മുന്നണിയിലെ ഏതെങ്കിലും ഒരു കക്ഷിയുടെ നേതാവ് മാധ്യമ പ്രവർത്തകരോട് ഔപചാരികമായി ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ചർച്ചകൾ പുരോഗമിക്കുകയാണ്, ഉഭയകക്ഷി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സമവായത്തിലൂടെ, സമന്വയത്തിലൂടെ നല്ല സൗഹാർദ്ദപരമായി ഈ മുന്നണിയെ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് കഴിയുക തന്നെ ചെയ്യും. ആ ഒരു കഴിവ് ഞങ്ങൾ ഉപയോഗിക്കുമ്പോൾ തന്നെ
ഞങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആശയത്തിൽ ഞങ്ങൾ ഒരു കാരണവശാലും അവധി കൊടുക്കില്ല. ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ശ്രീമതി ഗാന്ധിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന കക്ഷികളെ അടക്കം കൂട്ടുപിടിച്ചുകൊണ്ട് രാജ്യത്ത് കോൺഗ്രസ് അല്ലാത്ത ഒരു ഭരണം കൊണ്ടുവരാൻ നേതൃത്വം കൊടുത്തപ്പോൾ ജനസംഘം ഉണ്ടായിരുന്നു. ആ ജനസംഘം ആശയപരമായ അടിത്തറയിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ വിയോജിപ്പിന്റെ പാതയിൽ മുന്നേറിയപ്പോൾ അധികാരം വേണ്ട എന്ന് വെച്ച് ആശയത്തിന്റെ പാതയിൽ ഞങ്ങൾ പിന്മാറി മുന്നോട്ട് പോയി. നിരവധി തെരഞ്ഞെടുപ്പുകളിലുണ്ടായി. ഞങ്ങൾക്ക് പരാജയപ്പെട്ട 2 MP മാത്രമുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് അവിടെ നിന്നാണ് ഞങ്ങൾ ഉയർന്നു വന്നതെങ്കിൽ അത് ഈ നാടിന്റെ സ്പന്ദനം അറിയുന്ന, ഈ നാടിന്റെ മണ്ണിന്റെ സ്പർശമേറ്റു വാങ്ങിക്കൊണ്ട് പോകുന്ന രാഷ്ട്രീയ അനുഭവങ്ങളുടെ പാഠശാലയിൽ പഠിച്ചു വന്നവർ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു, ഈ രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതി തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞതുപോലെ തന്നെ 3ാമത് സാമ്പത്തിക ശക്തിയാക്കി ഇന്ത്യ മഹാരാജ്യത്തെ കൊണ്ടുവരാൻ വലിയ പരിശ്രമത്തിന് പക്ഷേ ഈ ചർച്ചയിൽ ശ്രീ സോമൻ ഈ ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസിന്റെയും CPIMന്റെയും പ്രതിനിധികൾ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്. ഈ കഴിഞ്ഞ 10 കൊല്ലം പോയതുപോലെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. വലിയ നയവ്യത്യാസം, ഇത് സാമ്പത്തിക നയത്തിലടക്കം അതുപോലെ സാമൂഹ്യ രംഗത്തടക്കമുള്ള നിരവധി പദ്ധതികളിൽ നിന്ന് പുറകോട്ട് വലിയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം JDU ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരിക്കുന്നു. JDU ഏറ്റവും വലിയൊരു ആവശ്യമായി ഉന്നയിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമായ അഗ്നിവീർ പദ്ധതി നിർത്തലാക്കണമെന്നുള്ളതാണ്. അങ്ങനെ അവർ നിങ്ങൾ മുന്നോട്ട് വെച്ച പല ആശയങ്ങളെയും അതുപോലെ നിങ്ങളുടെ നിലപാടുകളെയും നയങ്ങളെയും ഒക്കെ തുറന്നെതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. വലിയ സമ്മർദ്ദങ്ങൾക്ക് കീഴ്പ്പെട്ടുകൊണ്ടാകും ഒരുപക്ഷെ നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസവും മുന്നോട്ട് പോകാൻ കഴിയുക. ഇത് എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് ആശങ്ക? ഞങ്ങൾക്കൊരാശങ്കയുമില്ല. ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായിട്ടുള്ള JDU അഗ്നിവീർ പദ്ധതി പരിഷ്കരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് കൃത്യമായി മനസ്സിലാക്കൂ. പരിഷ്കരിക്കലല്ല, പിൻവലിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഉപേക്ഷിക്കണമെന്ന് അല്ലല്ല, ആ പദ്ധതി പരിഷ്കരിക്കണം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞതോടൊപ്പം JDU മറ്റൊരു നിലപാട് കൂടി എടുത്തിട്ടുണ്ട്. അത് BJPയുടെ നിലപാടാണ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള പ്രഖ്യാപിതമായ നിലപാടുമായി മുന്നോട്ട് പോകുന്നതിന് ഞങ്ങൾ പിന്തുണ നൽകുമെന്ന് JDU പറഞ്ഞതുകൂടി ഈ ചർച്ചയിൽ ഉന്നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് അനിൽകുമാറിന്റെ പാർട്ടിയും അനിൽകുമാറിന്റെ മുന്നണിയും ശ്രീ ഹെൻറിയുടെ പാർട്ടിയും മുന്നണിയും ഈ ആടിന്റെ കഴുത്തിന്റെ താഴെ അജഗണസ്ഥാനം എന്നൊരു കാര്യം ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. അതിലൂടെ ക്ഷീരം വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന കഴുകനെ പോലെ, കുറുക്കനെ പോലെ ഈ മുന്നണി തകരുന്നതും കാത്തിരിക്കാമെന്നല്ലാതെ ഈ മുന്നണി തകരാനൊന്നും പോകുന്നില്ല. ഈ മുന്നണി ഈ നാടിന്റെ മുന്നണിയായി രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി വലിയ ആത്മവിശ്വാസമാണ് BJPയുടെ പ്രതിനിധി മുന്നോട്ട് വെക്കുന്നത്. ശ്രീ അനിൽകുമാർ, ഇങ്ങനെയൊക്കെ വലിയ ആത്മവിശ്വാസം എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? ഇപ്പോൾ തന്നെ വലിയ കല്ലുകടി രൂപപ്പെട്ടിരിക്കുകയാണ്. ഇതാരും പുറത്തു പറയുന്നതല്ല, അത് മോദിയെ വാഴ്ത്തുന്ന മാധ്യമങ്ങൾ തന്നെയാണ് ഇത്തരത്തിൽ വാർത്തകൾ പുറത്തു കൊണ്ടുവരുന്നത്. ഈ NDAയിൽ നടക്കുന്ന വിലപേശലിനെ കുറിച്ച്, വലിയ വലിയ ഡിമാൻഡുകൾ ഉന്നയിക്കുന്നതിനെ കുറിച്ച്. ശ്രീ അനിൽകുമാർ, ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് നടക്കണമെങ്കിൽ ഭരണഘടന ഭേദഗതി ചെയ്യണ്ടേ? ഞങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യമാണ്. ഇവിടുത്തെ സംസ്ഥാന നിയമസഭകളെയൊക്കെ പിരിച്ചുവിട്ട് ഒറ്റയടിക്ക് ഒരു തെരഞ്ഞെടുപ്പ്, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. ഗോവിന്ദൻ്റെ റിപ്പോർട്ട് കൈ വെച്ചാൽ മതി എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. എന്നിട്ട് പിന്നെ നിങ്ങളെന്ത് ആത്മവിശ്വാസം പറയാനാണ്? പിന്നെ രാജ്യം മുഴുവൻ നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടും തുടുപ്പുകൾ അറിയാവുന്നത് കൊണ്ടുമാണ് അയോധ്യയിൽ നിങ്ങൾ തോറ്റത്. അയോധ്യയിൽ അമ്പലം പണിയുക എന്ന് പറയുന്നത് ഒരു അമ്പലം പണിയൊന്നും ഒരു തെറ്റായ കാര്യങ്ങളല്ല. വിശ്വാസികൾ എവിടെയുണ്ടോ അവർക്ക് വിശ്വാസത്തിൻ്റെ ഭാഗമായി ഏത് ആരാധനാലയവും നിർമ്മിക്കാം. അത് രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമാകരുതെന്നാണ് CPMൻ്റെ അഭിപ്രായം. ഞങ്ങളതിന് തർക്കമുള്ളൂ. പക്ഷെ നിങ്ങൾ അമ്പലം പണിതാണല്ലോ നേട്ടമായിട്ട് പറഞ്ഞത്. എന്നിട്ട് മോഹൻ ഭഗവതനെ കൊണ്ടുവന്നിട്ട് അവിടെ അമ്പലം പണിതിട്ട് വോട്ട് കിട്ടിയോ? RSSന് ജയിപ്പിക്കാൻ പറ്റുമോ ഫൈസാബാദ് മണ്ഡലത്തിൽ? അപ്പം നിങ്ങൾക്ക് രാജ്യത്തിൻ്റെ പൾസ് അറിയാമോ? പിന്നെ നരേന്ദ്രമോദി ദൈവം നേരിട്ട് മത്സരിച്ചപ്പോഴാണ് ജനങ്ങൾ ഏറ്റവും കുറഞ്ഞ വോട്ടിലേക്ക് കൊണ്ടെത്തിച്ചത്. ഏതാണ് ദൈവത്തെ വേണ്ടാത്തത്? വാരണാസിയിലെ
വാരണാസിയിൽ ദൈവത്തെ വേണ്ടാത്തത്? മോദി എന്ന ദൈവത്തെ വേണ്ടാത്തത്? പിന്നെ മെച്ചപ്പെട്ട അഗ്നിവീർ പദ്ധതി എന്താ? അത് മനസ്സിലായില്ല. 4 കൊല്ലമാണിപ്പോൾ ഒരു പട്ടാളക്കാരൻ്റെ റിട്ടയർമെൻറ്റ് കാലാവധി. നരേന്ദ്രമോദിക്ക് 10 കൊല്ലം കിട്ടി, ഇനി ഒരു 5 കൊല്ലം കൂടെ വേണമെന്നാണ് മോദി പറയുന്നത്. അപ്പോൾ പ്രധാനമന്ത്രിക്ക് 15 കൊല്ലം സർവീസ് വേണം, പക്ഷേ പട്ടാളക്കാരന് 4 കൊല്ലം സർവീസ് മതി. എന്നിട്ട് ഈ പട്ടാളക്കാരെല്ലാം കൂടെ RSSൻ്റെ കൂലിപ്പട്ടകളാക്കാനുള്ള അജണ്ട സോഷ്യലിസ്റ്റായ ആശയങ്ങൾ നിൽക്കുന്ന ആരെങ്കിലും പിന്തുണയ്ക്കുന്നവരാണോ? നിങ്ങളങ്ങനെ കാണരുത്. അതുകൊണ്ട് നമുക്ക് ആത്മവിശ്വാസത്തിനൊന്നും ഒരു കുഴപ്പമില്ല, ആകാശങ്ങൾക്ക് അതിരില്ലല്ലോ. പക്ഷെ യാഥാർത്ഥ്യം എന്താണ്? ജാതി സെൻസസ് എന്ന് പറയുന്ന നിതീഷ് കുമാറിൻ്റെ അവകാശം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം നിങ്ങൾ അംഗീകരിക്കുമില്ലയോ? ജാതി സെൻസസ് നിങ്ങളുടെ രാഷ്ട്രീയം കൂടെ ഒരുമിച്ച് പോകുമില്ലയോ? ഇതാണ് പ്രതിസന്ധി. ഇപ്പോൾ NDAക്ക് ഒരു മാനിഫെസ്റ്റോ ഉണ്ടോ? ഞാൻ ചോദിക്കാം. BJPയുടെ മാനിഫെസ്റ്റോ ഞാൻ കണ്ടു. NDAയുടെ മാനിഫെസ്റ്റോ ഉണ്ടോ? ഇല്ല, മാനിഫെസ്റ്റോ ഇല്ല. ഉണ്ടെങ്കിൽ കാണിക്കും. ആ NDAയുടെ മാനിഫെസ്റ്റോ ഇല്ല എന്നുള്ളതിൻ്റെ കാരണം എന്താണ്? വൈരുദ്ധ്യങ്ങളുടെ കൂമ്പാരാണ് NDA. മാത്രമല്ല അതിൽ അവകാശവാദങ്ങൾ ഇല്ലായിരിക്കും അല്ലേ? കീഴടങ്ങി കഴിഞ്ഞോ? നിതീഷ് കുമാർ വന്ന് കീഴടങ്ങിയോ? അതോ മറ്റേ അദ്ദേഹം വന്നിട്ട് ചന്ദ്രബാബു നായിഡു വന്നിട്ട് BJPക്ക് കീഴടങ്ങിയോ? അവരെല്ലാം ED കേസിൽ പെട്ടുപോയോ? നിങ്ങൾക്ക് ഇത്രയും കാലം ചെയ്ത പോലെ EDയെ വെച്ചിട്ട് മുഖ്യമന്ത്രിമാരെ പിടി ജയിലിലിടാൻ പറ്റുമോ? ഇനി ചന്ദ്രബാബു നായിഡുവിൻ്റെ സംസാരം നോക്കൂ. കോഓപ്പറേറ്റീവ് ഫെഡറലിസത്തെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ നിർമ്മലാ സീതാരാമൻ നടപ്പാക്കുന്ന ഏതെങ്കിലും നയമായിട്ട് യോജിച്ചു പോവോ? എന്തിനാ ധനകാര്യ വകുപ്പ് ആവശ്യപ്പെടുന്നത്? ധനകാര്യ വകുപ്പ് ആവശ്യപ്പെടുന്നത് അവഗണനയുടെ കയ്പുനീര് കുടിക്കുന്ന സംസ്ഥാനങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാനാണ്. അതിനർത്ഥം എന്താണ്? മുമ്പ് കേന്ദ്രീകരണത്തിനായിരുന്നു 1ഉം 2ഉം BJP ഗവൺമെൻറ്റുകളുടെ കാലത്ത് ശക്തി ഉണ്ടായിരുന്നതെങ്കിൽ കേന്ദ്രീകരണമല്ല, ഫെഡറലിസമാണ് ശക്തിപ്പെടാൻ പോകുന്നത്. ബീഹാറിന് പ്രത്യേക പദവി എന്തിനുകൊണ്ടാണ്? ഇന്നത്തെ നിലയ്ക്ക് ബീഹാറിന് നിലനിൽക്കാനാവില്ല, അതുകൊണ്ടാണ് അവർ പ്രത്യേക പദവി ചോദിക്കുന്നത്. അപ്പോൾ ആന്ധ്രാക്കാർ പ്രത്യേക പദവി ചോദിക്കുന്നു. കാരണം എന്താണ്? സംസ്ഥാനങ്ങളെ അവഗണിക്കുന്നു. ഇത് നാളെ വേറൊരു കൂട്ടർ പറയത്തില്ലേ? മഹാരാഷ്ട്ര പറയത്തില്ലേ? ഇത് ഇന്ത്യ രാജ്യത്ത് ഫെഡറലിസത്തെയാണ് ശക്തിപ്പെടുന്നത്, വിഘടനഭാഗത്തെയാണ് ശക്തിപ്പെടുന്നത്. അപ്പം BJPയുടെ ഈ ഗവൺമെൻറ്റിനെ കൊണ്ടുപോകാനുള്ള ഏത് നീക്കവും നമ്മുടെ രാജ്യത്ത് ശിഥിലീകരണം ഉണ്ടാക്കാൻ പോകുന്നത്, ശകലീകരണം ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ ഭാഗത്ത് വിഷമുണ്ടാകും. ആരെങ്കിലും ആടിൻ്റെ അജകളസ്ഥലം പോലെ കിടക്കുന്നതാണ്, ചോര കുടിക്കാൻ വരുന്നതൊക്കെ നിങ്ങൾക്ക് വേണേൽ ആലങ്കാരികമായിട്ട് പറയാം. നമ്മുടെ മുമ്പിൽ കൺമുമ്പിൽ യാഥാർത്ഥ്യമുണ്ട്. BJPയുടെ മാനിഫെസ്റ്റോ നടപ്പാക്കാൻ പറ്റുമോ? RSന് നിങ്ങൾ കൊടുത്ത ഉറപ്പുകൾ, ഇത്രയും കാലം നിങ്ങൾ കൊടുത്ത ഉറപ്പുകൾ നടപ്പാക്കാൻ പറ്റുമോ? അമിത്ഷായുടെ പോക്കറ്റിൽ നിന്ന് എടുത്തൊരു കടലാസ് വായിച്ചിട്ട് 370 കീറിക്കളഞ്ഞ പരിപാടി നടപ്പാക്കാൻ പറ്റുമോ? നിങ്ങളുടെ ഉപരാഷ്ട്രപതി പറഞ്ഞല്ലോ, കേശവാനന്ദ ഭാരതി കേസ് റിവ്യൂ ചെയ്യണം. ഭരണഘടന അടിസ്ഥാന മൂല്യങ്ങൾ, ആ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ, മൗലിക തത്വങ്ങൾ, ആ തത്വങ്ങളെ ചോദ്യം ചെയ്യുന്ന, ആ തത്വങ്ങൾ സംരക്ഷിക്കണമെന്ന് പറയുന്ന ഒരു കേശവാനന്ദ ഭാരതി കേസ്, മൂലക്കല്ലുകളെ സംബന്ധിച്ച കേസ് റിവ്യൂ ചെയ്യണം. അതിനാവശ്യമായ ഒരു കോടതി ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് നടന്നയാളാണ് ഉപരാഷ്ട്രപതി. എവിടെ പോയി ദീപക് ധൻകർ? അദ്ദേഹത്തിൻ്റെ അഹങ്കാരം എവിടെ പോയി പാർലമെന്റിനകത്ത്? അതുകൊണ്ട് രാജ്യത്തെ ജനാധിപത്യത്തിനകത്ത് വളരെ സുന്ദരമായ തിരിച്ചടിയാണ്. നിങ്ങളെ ഇരുത്തിപ്പുഴുക എന്ന് പറയും. നമ്മുടെ നാട്ടിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, ഇരുത്തിപ്പുഴുക എന്ന് പറയും. നരേന്ദ്രമോദിയെ പുറത്താക്കിയിട്ടില്ല, അത് ശരിയാണ്. പക്ഷെ ഇരുത്തിപ്പുഴുങ്ങെന്നാണ് നമ്മൾ കാണുന്നത്. ആർക്കും ഇങ്ങനൊരു ഗതി വരുത്തരുത് എന്ന് തോന്നുന്ന വിധമുള്ള ദയനീയ പതനത്തിലേക്കാണ് നരേന്ദ്രമോദി പോകാൻ പോകുന്നത് എന്ന കാര്യം ഉറപ്പാണ്. ഓക്കെ, ഈ ചോദ്യങ്ങൾക്കെല്ലാം കെ സോമനിൽ നിന്ന് മറുപടി പ്രതീക്ഷിക്കുകയാണ്. ശ്രീ സോമൻ, ഇത് നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഏകീകൃത സിവിൽ കോഡ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വലിയ ഊന്നൽ നൽകിക്കൊണ്ടാണ് വോട്ടർമാരെ അഭിമുഖീകരിക്കുന്ന സാഹചര്യമുണ്ടായത്. ഇനി അത്ര എളുപ്പത്തിൽ അത്തരം അജണ്ടകൾ, അത്തരം വർഗീയ അജണ്ടകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് BJPക്ക് പോകാൻ കഴിയുമോ? അത് എളുപ്പമാണോ? നമുക്കൊന്ന് കാത്തിരിക്കാവുന്നേ, ഒരല്പം ക്ഷമയാവാം. ഞങ്ങള് അയോധ്യയിൽ അമ്പലം പണിഞ്ഞെടുത്ത് ജയിച്ചോ എന്നാണ് അനിൽകുമാർ ചോദിച്ചത്. അയോധ്യയിൽ അമ്പലം പണിയുമെന്നുള്ളത് ഞങ്ങൾ അധികാരത്തിൽ വരുന്നതിനുമൊക്കെ എത്രയോ മുമ്പേ പറഞ്ഞു തുടങ്ങിയതാണ്. ഞങ്ങൾ ആദ്യം അധികാരത്തിൽ വന്നപ്പോൾ പണിഞ്ഞില്ല അമ്പലം, രണ്ടാമത് വന്നപ്പോൾ അമ്പലം പണിഞ്ഞു. ഞങ്ങൾക്ക് ഫൈസാബാദ്, അയോധ്യ ഉൾപ്പെടുന്ന സ്ഥലത്ത് സംഭവിച്ചിട്ടുള്ള പരാജയത്തെ സംബന്ധിച്ച് ഞങ്ങൾ പരിശോധിക്കാം, ഞങ്ങൾ പഠിക്കാം. എന്താണ് പരാജയപ്പെടാനിടയ ഒരു കാരണം? കാരണം 2014 ഫൈസാബാദിൽ 48% വോട്ടാണ് BJPക്ക്, 19 അത് 48.65%. 2024 നോക്കുമ്പോൾ 43.81% ആ വോട്ട് വിഹിതം ഇടിയുകയാണ് ചെയ്തത്.
അപ്പോൾ ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് ദൈവം നേരിട്ട് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടും അവിടെ രക്ഷയില്ല എന്നല്ലേ വന്നത്? അതായത് നിങ്ങളുടെ ഇത്തരത്തിലുള്ള വർഗീയ പ്രചാരണം കൊണ്ടൊന്നും ഇവിടെ ജനാധിപത്യം മുന്നോട്ട് പോകില്ല എന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെട്ടില്ലേ ഫൈസാബാദ് ഫലം? അങ്ങനെയൊന്നും ഇല്ലാതെ, അങ്ങനെയൊന്നും ഞങ്ങളെ നിരാശപ്പെടുത്തേണ്ട. അടൽ ബിഹാരി വാജ്പേയിയും അഡ്വാനിയും തോറ്റ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിട്ടുണ്ടെന്നേ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞങ്ങൾ അമ്പലം പണിഞ്ഞു, ഞങ്ങൾ തോറ്റു. അനിൽകുമാറിന്റെ പാർട്ടി അഭിമാനം കൊള്ളുന്ന പുന്നപ്പറയിലും വയലാറിലും കയ്യൂരും കരിവള്ളൂരും ഒക്കെ എന്താണ് തോറ്റത്? എന്താണ് തോറ്റത്? ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്ന, തിരുത്തൽ ശക്തിയാന്ന് പറയുന്ന, കോപ്പറേറ്റീവ് വിരുദ്ധ ശക്തിയാന്ന് പറയുന്ന, തൊഴിലാളികളുടെ പാർട്ടിയാണെന്ന് പറയുന്ന പാർട്ടി ഈ ആലപ്പുഴയിലും കണ്ണൂരിലും ഒക്കെ തോറ്റപ്പോ ആ കോട്ടകൊത്തളങ്ങളിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഈ തോൽവിയെ സംബന്ധിച്ചൊക്കെ നമുക്ക് പഠിക്കാം, പരിശോധിക്കാം. ഈ മുന്നണി രാഷ്ട്രീയം സീറ്റിൽ നിന്നും യു-പിയിൽ 33 സീറ്റിലേക്ക് കൂപ്പുകുത്തിയത് മറച്ചു വെക്കാനാണോ ശ്രീ സോമൻ ഈ ആലപ്പുഴയിലെ കഥയൊക്കെ എടുത്തിരുന്നത്? ശ്രീ അനിൽകുമാർ, ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. ഞാനൊന്ന് പറഞ്ഞ് വളരെ പെട്ടെന്ന്, ആകെ 9 മിനിറ്റേ നമ്മുടെ മുന്നിലുള്ളൂ, അതുകൊണ്ടാണ് ചർച്ചയിൽ ഏറ്റവും കുറച്ച് അവസരം സാങ്കേതിക പ്രശ്നം കൊണ്ട് കിട്ടിയത് എനിക്ക്. ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. തോൽവിയെ സംബന്ധിച്ച് പഠിക്കാനുള്ള സാവകാശം ഈ 3 ദിവസത്തിനുള്ളിൽ കിട്ടിയിട്ടില്ലല്ലോ. ഞങ്ങൾ തോൽവിയെ കുറിച്ച് പഠിക്കും, ഞങ്ങൾ പരിശോധിക്കും, ഞങ്ങൾ മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാറ്റം വരുത്തും. ജനങ്ങളുടെ മാറ്റുമോ? അദ്ദേഹത്തെ കീഴടങ്ങില്ല, കീഴടങ്ങിക്കൊണ്ടല്ല പോവുക. ആശയപരമായ പ്രതിബദ്ധതയുടെ അടിത്തറയിൽ ഉറച്ചു നിന്നുകൊണ്ട് ജനക്ഷേമകരമായ നടപടികൾ നടപ്പാക്കിക്കൊണ്ട് ഈ സർക്കാർ മുന്നോട്ട് പോകും. വരുന്ന നാളുകളിൽ കാണാം. ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തുകൊട്ടെ. ഈ രാജ്യത്ത് ഒരു കുടുംബാധിപത്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന മുന്നണിയായി യു-പി-എ ഇവിടെ ഇന്ത്യ മുന്നണി മാറുകയാണ്. ഒരു കുടുംബത്തിന്റെ ആധിപത്യത്തിന് വേണ്ടി അവർ നടത്തുന്ന അഴിമതി, അവരുടെ സാമ്പത്തിക സമാഹരണം, അവരുടെ അധികാര സ്ഥാനങ്ങളിലെ അവരോധം, അതിനുവേണ്ടി തട്ടിക്കൂട്ടിയ ഇന്ത്യ മുന്നണി അധികാരത്തിലുണ്ടായിരുന്നു. ഈ 11ാം വർഷവും ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ. ശ്രീ അനിൽകുമാർ, അങ്ങേക്ക് മറുപടി പറയാം. ശ്രീ അനിൽകുമാർ, 63-ൽ നിന്ന് 62-ൽ നിന്ന് 33-ലേക്ക് കൂപ്പുകുത്തിയതിന്റെ ചില ന്യായീകരണങ്ങളാണ് നമ്മൾ ഇവിടെ കണ്ടത്. അല്ല, അദാനിയുടെ അംബാനിയുടെ കുടുംബത്തെ ആരാണ് ദത്തെടുത്തിരിക്കുന്നത്? അവരെ വിമാനത്തിൽ കയറ്റി നിങ്ങൾ ഇന്തോനേഷ്യയിലും അതുപോലെ തന്നെ ആസ്ട്രേലിയയിലും പോയി കൽക്കരി കമ്പനി തുടങ്ങിയില്ലേ? ആ കൊണ്ടിരുന്ന കൽക്കരി എന്ന് പറയുന്നത് 30% കൽക്കരി, ഇറക്കുമതി കൽക്കരി വാങ്ങിക്കണം നിങ്ങൾ ഉത്തരവിട്ടില്ലേ? ആ കൽക്കരിക്ക് ഉയർന്ന വിലയാകുമ്പോൾ ആ ഉയർന്ന വില വാങ്ങണം നിങ്ങൾ ഉത്തരവിട്ടില്ലേ? ഇതിൻ്റെ ഭാഗമായിട്ട് എത്ര കോടി രൂപയുടെ കൊള്ളയാണ് നിങ്ങൾ ഇവിടെ വൈദ്യുതി രംഗത്ത് തുക വർദ്ധിപ്പിച്ചുകൊണ്ട് നിങ്ങൾ നടപ്പാക്കിയത്? എന്നിട്ട് നിങ്ങൾ കുടുംബവാഴ്ചയെക്കുറിച്ച് പറയുന്നു. നിങ്ങൾ യഥാർത്ഥത്തിൽ അംബാനിയുടെ അദാനിയുടെയും അടിയാളന്മാരായിട്ട് പ്രവർത്തിക്കല്ലേ? അത് തുടരുമെന്നുള്ള ചോദ്യമാണ് പ്രധാനപ്പെട്ട ചോദ്യം. അത് തുടരാൻ ഇന്ത്യയിലെ ജനങ്ങൾ അനുവദിച്ചിട്ടില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഇന്ത്യ മുന്നണിയിലെ എല്ലാ പാർട്ടികളും കോർപ്പറേറ്റ് വിരുദ്ധമായി ഞങ്ങൾ വിചാരിക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് പണ്ടത്തെ പോലെ പോകാൻ പറ്റില്ല. അത്രയും ഇന്ത്യ രാജ്യം ഉറപ്പാക്കിയിട്ടുണ്ട്. പിന്നെ ആലപ്പുഴയിലും അതുപോലെ കയ്യൂരും കരിവള്ളൂരും ഉൾപ്പെടുന്ന ഈ കേരളത്തിലെ 20 സീറ്റും CPM തോറ്റിട്ടുണ്ടെന്ന് നിങ്ങളത് പുതിയ അറിവാണോ പറയുന്നത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെ നടന്ന എത്ര തെരഞ്ഞെടുപ്പിലാണ് ഇടതുപക്ഷത്തിന് അല്പം ശ്വാസം കിട്ടിയത്? 2004 ഒഴിച്ചാൽ ഞങ്ങൾക്ക് ശ്വാസം കിട്ടിയൊരു തെരഞ്ഞെടുപ്പ് 2 or 3 ഉള്ളതേ. ബാക്കി എല്ലായിടത്തും ഈ തോൽവി ഉണ്ടായിട്ടുണ്ട്. ഈ തോൽവി കഴിഞ്ഞിട്ട് ജനങ്ങൾ ഇടതുപക്ഷത്തെ ജയിപ്പിച്ചതിന് കാരണം വേറൊന്നുമില്ല. ഞങ്ങൾ ഈ കേരളത്തെ നിർമ്മിച്ചിട്ടുള്ളവരാ. ഇനി പുതുക്കി പണിയാനും ഞങ്ങളെ കൊണ്ട് പറ്റൂ. ഭൂപരിഷ്കരണം കൊണ്ടൊന്നും ഞങ്ങളല്ലേ. നിങ്ങൾ 10 കൊല്ലമായി ഇന്ത്യ രാജ്യത്ത് ഭൂപരിഷ്കരണം നടപ്പാക്കിയോ? വിദ്യാഭ്യാസ പരിഷ്കാരം കൊണ്ടൊന്നും ഞങ്ങളാ. ഇന്ത്യ രാജ്യത്തെ പോലെ സമ്പൂർണ്ണ സാക്ഷരത ഇന്ത്യയിൽ എവിടെയെങ്കിലും ഈ കേരളത്തെ പോലെ ഉണ്ടോ? കേരളത്തെ പോലെ ആരോഗ്യ മേഖല ഇന്ത്യ രാജ്യത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ഈ കേരളത്തിനകത്ത് 10 കൊല്ലത്തിനകത്ത് ഇന്ത്യ രാജ്യത്ത് മോദി സർക്കാർ നടപ്പാക്കിയതും കേരളത്തിലെ LDF നടപ്പാക്കിയതും ഒന്ന് കമ്പയർ ചെയ്യേ. ഞങ്ങൾ ഈ 8 കൊല്ലത്തിനിടയ്ക്ക് പുറകിൽ പോയൊരു കാര്യം പറയാമോ? ഒരു മേഖല ഞങ്ങൾ പുറകിൽ പോയെന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് കേരളത്തിലുണ്ടായ LDFനുണ്ടായ തിരിച്ചടി അല്ലെങ്കിൽ തോൽവി എന്നൊക്കെ പറയുന്നത് ജനങ്ങൾ ഞങ്ങളെ വെറുത്തുകൊണ്ടല്ല, ജനങ്ങൾ വെറുക്കത്തക്കതായി ഞങ്ങളെ യാതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ആഖ്യാനങ്ങളുണ്ടാകും, മാധ്യമ പ്രചരണം ഉണ്ടാകും. ഇത്രയെന്നാൽ ഈ ആലപ്പുഴയിൽ കുന്തിരിക്കം കരുതിക്കോ അവലും വലുത് കരുതിക്കോ ഒരു കൂട്ടണ മുദ്രാവാക്യമാണ്.
അവരുമായിട്ട് വാളും എടുത്ത് വെട്ടി കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നു തള്ളിക്കൊണ്ടിരിക്കുന്ന RSS SDP യെയും നിങ്ങൾ രണ്ട് കൂട്ടരുടെ വർഗീയ ഭ്രാന്ത് കയറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കൂട്ടർക്കിടയിൽ മുസ്ലിം വിരോധം കയറ്റിക്കൊണ്ടിരിക്കുക, വേറൊരു കൂട്ടർക്കിടയിൽ ക്രിസ്ത്യൻ വിരോധം കയറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഹിന്ദു വിരോധമായിട്ട് വേറൊരു കൂട്ടർ ഇറങ്ങും. ഇങ്ങനെ മനുഷ്യന്മാരെ ഭ്രാന്താക്കി മാറ്റുന്ന നിങ്ങളുടെ പരിപാടി അതിൻ്റെ പ്രഭവസ്ഥാനമായി നിങ്ങൾ ഉപയോഗിച്ച അയോധ്യയിൽ അതിൻ്റെ കരുത്ത് തകർന്നു, UP യിൽ കരുത്ത് തകർന്നു. പിന്നെ നാളെ തകരാതിരിക്കുമോ? അവിടെയാണ് ഞങ്ങൾ പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി പ്രഖ്യാപിച്ച തൃശ്ശൂരിൽ, 400 ബാർ പ്രഖ്യാപിച്ച തൃശ്ശൂരിൽ, ആളുകളെ കൊണ്ട് ഏറ്റുവിളിപ്പിച്ച തൃശ്ശൂരിൽ മോദിക്ക് വേണ്ടത്ര വോട്ട് കിട്ടിയില്ല. സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? 5 ക്യാബിനറ്റ് മന്ത്രിമാർ പുള്ളിയുടെ കാൽക്കീഴിൽ കിടക്കണമെന്ന 5 ക്യാബിനറ്റ് മന്ത്രിമാർ. വകുപ്പ് കൊണ്ട് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡും പോയി. ഇനി സുരേഷ് ഗോപിയുടെ കാൽച്ചോട്ട് കിടക്കുന്ന ആ 5 കേന്ദ്രമന്ത്രിമാർ ആരായിരിക്കും ഇനി? സുരേഷ് ഗോപി പറഞ്ഞാണ്, എനിക്ക് മന്ത്രി പദവി നമ്മുടെ 5 മന്ത്രിമാരെ നരേന്ദ്രമോദി എൻ്റെ ബാല്യക്കാരായിട്ട് വിട്ടുതരും. ഇതൊക്കെ കേൾപ്പിക്കാൻ കുറേ മാധ്യമങ്ങളും കേരളത്തിനകത്ത്. അവരെല്ലാം കൂടെ താൽക്കാലികം ഉണ്ടാക്കുന്നതിന് ഹൈപ്പുണ്ട്. ഈ ഹൈപ്പിനൊന്നും നമ്മുടെ നാട്ടിലെ ആളുകൾ ചെവി കൊടുക്കാൻ പോകുന്നില്ല. സത്യത്തിന്റെ സൂര്യൻ അതിന്റെ തേജസ്സോടെ ഉദിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങൾ ജനങ്ങളിലേക്കാണ്. സോമൻ, ഈ ഹൈപ്പ് കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എന്നാണ് 2024 തെളിയിച്ചിരിക്കുന്നത്. വളരെ ചുരുക്കി മറുപടി. അതെ, ആഫ്റ്റർ നെഹ്റു EMS എന്ന് വിളിച്ച ഒരു കാലഘട്ടത്തിൽ നിന്നാണ് ഈ ഒപ്പുവെച്ച കലം പോലെ ഒരു പ്രത്യാശാസ്ത്രവും ഒരു പ്രസ്ഥാനവും അതപ്പതിച്ചു പോകുന്നത്, പരാജയപ്പെട്ടു പോകുന്നതെന്ന് നാം മനസ്സിലാക്കണം. അവിടെ AK ഗോപാലനെ പോലെ ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിപക്ഷ നേതൃനിരയിലേക്ക് തിളങ്ങുന്ന ശുഭ്രനക്ഷത്രമായി വന്ന ഒരു വിപ്ലവകാരിയുടെ നാട്ടിലിരുന്നു കൊണ്ടാണ് ശ്രീമാൻ അനിൽകുമാർ ഇത് പറയുന്നത്. ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു, ഞങ്ങൾക്ക് താൽക്കാലികമായിട്ടുണ്ടായ ജാതി രാഷ്ട്രീയത്തിന്റെയും മതഭീകരവാദ ശക്തികൾ ഒരുമിച്ച് ചേരുകയും സംഘടിത മതന്യൂനപക്ഷങ്ങൾ ഒരുമിച്ച് ചേരുകയും ഒക്കെ ചെയ്തുകൊണ്ട് നടപ്പാക്കിയിട്ടുള്ള ഒരു അജണ്ടയുടെ ഫലത്തിൽ താൽക്കാലികമായിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ചെറിയ പരാജയത്തെ, ഒരു തിരിച്ചടിയെ ഞങ്ങൾ പകച്ചു നിൽക്കുന്നില്ല. അതിൽ ഞങ്ങൾ അത് പഠിക്കും, ഞങ്ങൾ അത് പരിശോധിക്കും. ഈ നാടിന്റെ പുരോഗതി, ഈ രാജ്യത്തിന്റെ ഐക്യം, ഈ നാടിന്റെ അഖണ്ഡത, ഈ രാജ്യത്തെ ലോകത്തിന്റെ മുമ്പിൽ പുരോഗതിയുടെ ശ്രേണിയിലേക്ക് പടുത്തുയർന്നു കൊണ്ടുവരാൻ നരേന്ദ്രമോദി സർക്കാർ. അതാണ് അങ്ങയുടെ പ്രതീക്ഷ. ശ്രീ ഹെൻറി ഓസ്റ്റിൻ, ഏറ്റവും ഒടുവിൽ ചർച്ച അവസാനിപ്പിക്കാൻ സമയമായി. ഇന്ന് ഉയർന്നു വന്ന ഏറ്റവും വലിയ വാർത്ത എന്ന് പറയുന്നത് പ്രതിപക്ഷം ഉന്നയിച്ച ഈ ഓഹരി വിപണിയിലെ നിക്ഷേപ തട്ടിപ്പ് തന്നെയാണ്. ഇനി എന്തായിരിക്കും അതിൻ്റെ തുടർ നടപടിക്രമങ്ങൾ? മാത്രവുമല്ല, JPC അന്വേഷണമടക്കം പ്രതിപക്ഷം ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുകയാണ്. പാർലമെന്റിന്റെ ആദ്യ ദിവസം തന്നെ ശബ്ദമുഖരിതമാകാൻ, പ്രക്ഷുബ്ധമാകാൻ പോകുകയാണ് ഈ ഓഹരി കുംഭകോണം. 38 ലക്ഷം കോടിയുടെ ഈ അഴിമതി ആരോപണം. ഒരു തരത്തിലും പ്രതിപക്ഷം പുറകോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥയല്ലേ ഇപ്പോഴുള്ളത്? ഈ വരാൻ പോകുന്ന പാർലമെൻറ്റ് സെഷൻ ഒരു റിന്യൂഡ് വിഗറോട് കൂടിയുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷ നിരയാണ് നമ്മൾ വിറ്റ്നസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ തുടക്കമാണ് ഇന്നത്തെ ഈ ആരോപണം. 38 ലക്ഷം കോടി സാധാരണക്കാരായ ഇന്ത്യക്കാരുടെ, 5 കോടി ഇന്ത്യക്കാരുടെ ധനനഷ്ടത്തിനെ സംബന്ധിച്ചാണ്. അതിന് കാരണക്കാരായത് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ആണെന്നുള്ളതാണ് ഈ ആരോപണം. അത് ആർക്ക് വേണ്ടി? അവർക്ക് വേണ്ടുന്ന കോർപ്പറേറ്റുകൾക്കും ഡ്യൂബിയസ് ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ഫോറിൻ ഷെൽ കമ്പനികളിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സും ബൂസ്റ്റ് ചെയ്തുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് റിഗ് ചെയ്ത് സാമ്പത്തിക ലാഭം അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാതൽ. നമ്മൾ ഇതുമായിട്ട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത്, ഇവരുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന അദാനി കമ്പനികൾ. അദാനി കമ്പനിയുടെ വളർച്ചയെന്ന് പറയുന്നത് നരേന്ദ്രമോദി 2014 ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയാകുമ്പോൾ 4800 കോടി രൂപ മാത്രം വിറ്റുവരവ് ഉണ്ടായിരുന്ന കമ്പനി, അദ്ദേഹം 2004 നിന്ന് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് 2014 പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നരേന്ദ്രമോദി കടന്നു വരുമ്പോൾ ആ 10 വർഷത്തെ അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിൽ 4800 കോടിയിൽ നിന്ന് 52,000 കോടിയായി വളരുകയാണ് അദാനി ഗ്രൂപ്പുകളുടെ വളർച്ചയുണ്ടായത്. 2014 നിന്ന് 2024 10 വർഷത്തെ നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി പദത്തിൻ്റെ കീഴിൽ ഇന്ത്യയുടെ സാമ്പത്തിക നയങ്ങളുടെ രൂപീകരണം ഈ മോദി സർക്കാർ 2 സർക്കാരുകൾ നടത്തി കഴിഞ്ഞപ്പോൾ അദാനി ഗ്രൂപ്പിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് 19.5 ലക്ഷം കോടി രൂപയാണ്. അപ്പോൾ ആർക്കാണ് ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് വളർച്ച ഉണ്ടായിട്ടുള്ളത്? ആർക്ക് വേണ്ടിയാണ് ഈ നയരൂപീകരണം നടത്തിയെന്നുള്ളതിൻ്റെ ഏറ്റവും കൃത്യമായ ഉദാഹരണമാണ് അദാനി ഗ്രൂപ്പിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. ജൂൺ 5-ാം തീയതി സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ചെയ്യുമ്പോൾ 20% അദാനി ഗ്രൂപ്പിൻ്റെ വാല്യുവേഷൻ, ശരാശരി അവരുടെ ഗ്രൂപ്പ് കമ്പനികളുടെ വാല്യുവേഷൻ 20% ഇടിഞ്ഞെങ്കിൽ
മാർക്കറ്റിനും സ്റ്റോക്ക് മാർക്കറ്റിനും സാധാരണക്കാർക്കും കൃത്യമായി മനസ്സിലാകുന്നുണ്ട് നരേന്ദ്രമോദി സർക്കാരും അദാനി ഗ്രൂപ്പും തമ്മിലുള്ള വ്യക്തമായിട്ടുള്ള ആ ഒരു ബന്ധം. ആ പൊക്കിൾക്കൊടി ബന്ധത്തിൻ്റെ കൃത്യമായ ഒരു നെറേറ്റീവാണ് സ്റ്റോക്ക് മാർക്കറ്റിലും പ്രതിഫലിച്ചെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഈ ബന്ധം അതിന് ഉപോത്പകമായിട്ട് അതിൻ്റെ പിറകിൽ കളിക്കുന്ന ഒരു ഏതൊക്കെ ശക്തികളാണോ അതിനെയൊക്കെ പുറത്തു കൊണ്ടുവരണമെന്നാണ് ഇന്നത്തെ ഈ JPC പ്രോബിലൂടെ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം മുന്നോട്ട് വന്നിരിക്കുന്നത്. രാഹുൽ ഗാന്ധി വെച്ചിരിക്കുന്ന മുന്നോട്ട് വെച്ചിരിക്കുന്ന വലിയ കടമ്പകളാണ് മോദി സർക്കാരിനെ കാത്തിരിക്കുന്നത്, വലിയ വെല്ലുവിളികളാണ് കാത്തിരിക്കുന്നത്. അതിശക്തമായ ഒരു പ്രതിപക്ഷം കൂടി ഇപ്പുറത്ത് നിൽക്കുമ്പോൾ കഴിഞ്ഞ 10 വർഷം ഭരിച്ചതുപോലെ സുഗമമാവില്ല കാര്യങ്ങൾ എന്നാണ് മനസ്സിലാക്കുന്നത്. സമയപരിമിതി മൂലം ന്യൂസ് ആൻഡ് വ്യൂസ് ഈ ഘട്ടത്തിൽ അവസാനിക്കുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് K. അനിൽകുമാർ, ഹെൻറി ഓസ്റ്റിൻ, K. സോമൻ, എല്ലാവർക്കും വളരെയധികം നന്ദി.